സ്റ്റാർട്ട് ചെയ്യുവാണേ. Prayer by Remy. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We will walk hand in hand, we will walk hand in hand, we will walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. We shall all be free, we shall all be free, we shall all be free someday. Oh, deep in my heart, I do believe we shall overcome someday. We are not afraid, we are not afraid, we are not afraid today. Oh, deep in my heart, I do believe we shall overcome someday. Thank you. സൈനിങ് ആണ്. നമ്മുടെ ശരീരത്തിന് ശരീരത്തിന്റെ ആരോഗ്യത്തിന് നമ്മൾ എപ്പോഴും എക്സസൈസ് ചെയ്യാറില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് നമ്മൾ യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയൊക്കെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമുള്ളതാണ് നമ്മുടെ ബ്രെയിനിന്റെ ആരോഗ്യം. അപ്പൊ ഈ ബ്രെയിനിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസ് ഒക്കെ ഉണ്ട്. അതിനെയാണ് ന്യൂറോബിക് എക്സസൈസ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. ഇങ്ങനെ ഈ ന്യൂറോബിക് എക്സസൈസ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിന്റെ ന്യൂറൽ കണക്ഷൻ ശക്തമാക്കുക, ക്രിയേറ്റിവിറ്റി കൂട്ടുക, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക. അതായത് ദിവസവും നമ്മൾ ഒരു കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ബ്രെയിൻ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് അലസമാകും. അപ്പൊ അത് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ന്യൂറൽ വയറുകൾ കൂടുതൽ ശക്തമാകുന്നത്. അപ്പൊ ന്യൂറോബിക് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് പുതിയ അനുഭവങ്ങൾ ബ്രെയിനിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെ കൂടുതൽ പ്രവർത്തകമാക്കാൻ വേണ്ടി സഹായിക്കുന്നു. പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ന്യൂറൽ വയറുകൾ കൂടുതലായി സൃഷ്ടിക്കപ്പെടുന്നു. ഇത് വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാനും തിരിച്ചറിയാനും തിരിച്ചെടുക്കാനും പഠനക്ഷമതയും ശ്രദ്ധയും വർദ്ധിപ്പിക്കാനും സഹായിക്കും. ബ്രെയിൻ പുതുമകൾ ഇഷ്ടപ്പെടുന്ന ഒരു അവയവമാണ്. പുതിയ പ്രവൃത്തികൾ ചെയ്യുന്നതുകൊണ്ട് ഡോപ്പോമിൻ പോലുള്ള ഫീൽ ഗുഡ് ഹോർമോണുകൾ കൂടുതലായി ഉത്പാദിപ്പിക്കപ്പെടുന്നു. മാനസികം ഉത്സാഹം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുപോലെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നു. അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ നിയന്ത്രിക്കാനും ബ്രെയിൻ എക്സസൈസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ നമുക്കും കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ന്യൂറോബിക് എക്സസൈസുകൾ കുറച്ച് ഞാൻ പറയാം. ഇടത് കൈകൊണ്ട്, നമ്മൾ വലത് കൈകൊണ്ട് എപ്പോഴും എഴുതുന്ന ആളാണെങ്കിൽ ഇടത് കൈകൊണ്ട് എഴുതാൻ ശ്രമിക്കുക. അതുപോലെ കണ്ണടച്ചു പിടിച്ച് തൊട്ടു നോക്കി വസ്തുക്കൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. പാട്ട് പാടിക്കൊണ്ട് സ്റ്റോറി ഫോർ ഇന്റർവ്യൂ ജസ്റ്റ് ഷോ അസ് പറയല്ല, ബ്രെയിൻ എക്സസൈസ് കാണിച്ചു തരണം. വരണ്ടായിരുന്നു അല്ലേ? കുഴപ്പമില്ല. മാത്രമല്ല മറ്റുള്ളവർ കാണിക്കുകയും ചെയ്യണം, ഇൻക്ലൂഡിങ് മീ. അതായത് നമ്മൾ വലത്തെ കൈ കൊണ്ട് എഴുതുക മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ വലത്തെ കൈ കൊണ്ടാണല്ലോ സാധാരണ ചെയ്യുന്നത്. അപ്പൊ ഡോറ് തുറക്കുകയാണെങ്കിൽ നമ്മൾ ഇടത് കൈ കൊണ്ട് തുറക്കുക. അപ്പൊ മുടി ചീരുകയാണെങ്കിൽ ഇടത്തെ കൈ കൊണ്ട് മുടി ചീരുക. അതൊക്കെ ബ്രെയിനിന് കൊടുക്കുന്ന എക്സസൈസ് ആണ്. അതുപോലെ പാട്ട് പാടിക്കൊണ്ട് മനസ്സിൽ അക്കങ്ങള് എണ്ണുക. ആ പാട്ട് പാടുന്ന ആ സമയത്ത് തന്നെ മനസ്സിൽ കൗണ്ട് ചെയ്യുക എത്ര നമ്മൾ എണ്ണി എന്നുള്ളത്. പിന്നെ പുതിയൊരു ഭാഷയിൽ ഒരു 5-10 വാക്ക് ഒരു ദിവസം പഠിക്കുക. അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ലാത്ത ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള ഒരു പാട്ട് കേട്ടിട്ട് പഠിക്കുക. പിന്നെ കണ്ണടച്ച് പിടിച്ചിട്ട് പൂക്കളൊക്കെ സ്മെല് ചെയ്ത്
മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ അംഗൻവാടിയിലൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ ചെയ്യാറുണ്ട്. അരിമണി, കല്ല്, പരിപ്പ്, കടല, അതൊക്കെ ചെറിയ ചെറിയ ബോക്സിലിട്ടിട്ട് അവയെ കണ്ണടച്ച് ടച്ച് ചെയ്യിച്ച് അത് ഏതാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എക്സസൈസ് ഒക്കെ നമുക്ക് സ്കൂളിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ രണ്ട് കൈ കൊണ്ടും എഴുതുക. വലത്തെ കൈ കൊണ്ട് എഴുതുന്ന ആ സമയം തന്നെ ഇടത്തെ കൈ കൊണ്ടും എഴുതുക. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ അതങ്ങനെ കൂടുതൽ നമ്മൾ ചെയ്യാറില്ല. സാധാരണ നമ്മൾ യോഗയും മെഡിറ്റേഷൻ ഒക്കെയാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പൊ പുതിയൊരു അറിവ് പാസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ബ്രെയിൻ എക്സസൈസിനെ കുറിച്ച് ഒത്തിരി അങ്ങനെ എല്ലാവർക്കും അറിയില്ലാത്തൊരു കാര്യമാണെന്ന് എൻ്റെ ഒരു തോന്നല്. അപ്പൊ അങ്ങനെ ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തതാണ്. പിന്നെ ബ്രെയിൻ നമുക്ക് ബ്രെയിൻ തരുന്ന സിഗ്നൽ അനുസരിച്ചാണ് നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ബ്രെയിൻ എപ്പോഴും തരുന്ന സിഗ്നൽസ് നമ്മൾ അതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു പടുകുഴിയിലായിരിക്കും ചെന്ന് ചാടുന്നത്. അപ്പൊ നമുക്ക് ആ കാര്യം തിരിച്ചറിയാനുള്ള ഒരു കഴിവും കൂടെ വേണം. ഇപ്പൊ പെട്ടെന്ന് ബ്രെയിൻ ഒരു സിഗ്നൽ തന്നു, നീ അങ്ങോട്ട് പോവുക. പക്ഷെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പൊ നമ്മൾ തന്നെ ഒന്നും കൂടെ ചിന്തിക്കുക, അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ. അതുപോലെ നമ്മൾ ചിലപ്പോൾ രാവിലെ എഴുന്നേക്കാൻ മടിക്കും. അപ്പൊ 5 മിനിറ്റ് കൂടെ കിടക്കാമെന്ന് നമ്മുടെ മനസ്സും ആ ഒരു സിഗ്നൽ ആയിരിക്കും ചിലപ്പോൾ തരുന്നത്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ടും ആ ഒരു കമാൻഡിനെ മറികടക്കാൻ ശ്രമിക്കുക. അതും നമ്മുടെ ബ്രെയിനിന്റെ ഒരു കപ്പാസിറ്റി കുറവായിട്ട് ബ്രെയിൻ പറയുന്നത് കേട്ട് നമ്മൾ പിന്നെ അവിടെ മടി പിടിച്ച് കിടന്നുറങ്ങുന്നത്. അതൊക്കെ ബ്രെയിൻ എക്സസൈസ് കുറയുന്നതുകൊണ്ട് ബ്രെയിനിന്റെ പ്രവർത്തനക്ഷമത കൂട്ടാത്തതും കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ ബ്രെയിനിന്റെ എക്സസൈസ് നമ്മളെ മാനസിക അതേപോലെ ശാരീരികമായ ആരോഗ്യത്തെ പോലെ തന്നെ തലച്ചോറിന്റെ എക്സസൈസുകൾ നമ്മളെ കൂടുതൽ ആരോഗ്യമുള്ളതാക്കുന്നു. താങ്ക് യു മാം. സൈനിങ് ബൈ റോസ്. ഓക്കെ റോസ്മി, താങ്ക് യു സോ മച്ച്. ആൻഡ് പ്ലീസ് ഇതുപോലത്തെ എക്സസൈസുകൾ കാണിക്കുക. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്നതും റൈറ്റ് ഹാൻഡ് അത് പറഞ്ഞില്ലേ, അതിൽ നമുക്ക് നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസിൽ പ്രീ റൈറ്റിംഗ് ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ട്. അതായത് കുട്ടികൾ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പേ അതിന്റെ ഒരു പ്രാക്ടീസ്, അവരുടെ ചെറിയ വിരലിന്റെ മസിൽസിനെ ഡെവലപ്പ് ചെയ്യുന്ന, അതായത് ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് പോലെ തന്നെയാണ് അത്. ഈ പ്രീ റൈറ്റിംഗ് ബോർഡ് ഞാൻ പഠിക്കുന്ന സമയത്ത് 2017 ഞാൻ മോണ്ടിസോറി കോഴ്സ് ചെയ്തത്. അന്ന് ഒറ്റ സിംഗിൾ പീസ് ആയിട്ടായി ബോർഡ് വരുന്നത്. ഒറ്റ പീസ്, അതായത് 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഒരു ഫസ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊതുകുതിരി ഇല്ലേ, കൊതുകുതിരി 2 ഇങ്ങനെ ഒരുമിച്ച് ആയിട്ടിരിക്കണം. നമ്മൾ അതിൽ നിന്ന് വേർപിരിച്ചെടുക്കുമല്ലേ. അപ്പൊ അങ്ങനെ വേർപെടുത്തി എടുക്കുമ്പോൾ ഓരോ കേവ് പോകുന്നതിന്റെ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഒരു ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതുകുതിരി പോലെയാണ്. കാരണം ആ ഗ്യാപ്പ് പോലെ വരുന്ന ഭാഗത്ത് ഒരു നോബ് ഉണ്ട്. നോബ് മൂവബിൾ ആണ്. നമുക്കിങ്ങനെ മൂവ് ചെയ്ത് ആ ഷേപ്പ് കുട്ടികൾക്ക് കേവ് കിട്ടും. ഈ കൊതുകുതിരി തന്നെ സ്ക്വയർ പോലെ ആക്കുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും? സർക്കിൾ ആയിട്ടിരുന്ന സാധനത്തിന് സ്ക്വയർ പോലെ ആക്കും. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടുണ്ട്. ഇപ്പൊ എന്റെ കയ്യിലില്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അപ്പൊ സ്ക്വയർ പോലെ ആകുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ആ ഒരു ഐഡിയ കിട്ടും കുട്ടികൾക്ക്. കേവ് ഇങ്ങനെ പോയെങ്കിൽ ഇത് ഇങ്ങനെ ഒടിച്ചൊടിച്ച് പോകുന്ന പോലെ ഒരു ഷേപ്പ് വരും. 3ാമത്തെ ബോർഡ് ഇതിന്റെ രണ്ടിന്റെ കോമ്പിനേഷനാണ്. സ്ട്രെയിറ്റും വരും, കേവും വരും. അങ്ങനെയായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. ഒറ്റ സിംഗിൾ പീസ് ആയിട്ടാണ് ഈ ഓരോന്നും. പക്ഷെ ഇപ്പൊ നമുക്ക് വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഓരോ വർഷം കഴിയുന്നോറും മെറ്റീരിയൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബേസിക് പ്രിൻസിപ്പിൾ സെയിം തന്നെ. ഇപ്പൊ വന്നിരിക്കുന്നത് 2 പീസായിട്ടാണ്, ഡുവൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരേ ഇത് തന്നെ 2 എണ്ണം. അപ്പൊ 2 സൈഡിലും വെക്കും. 2 സൈഡിലും വെച്ചിട്ട് കുട്ടികൾ 2 കൈ കൊണ്ട് 2 ചെയ്യും ഒരേ സമയത്ത്. അത് ബ്രെയിൻ ഡെവലപ്മെന്റിന് നല്ലതാണ്. ഒരെണ്ണം തന്നെ 2 എണ്ണമായിട്ട് വന്നു. പക്ഷെ നമുക്ക് അതിനകത്ത് വന്നതിലൊരു പ്രശ്നം പറ്റിയത്, ഇങ്ങനെ എഴുതാനായിട്ട് ഞങ്ങൾക്ക് അതിനകത്തൊരു നോബായിരുന്നു, മൂവബിൾ നോബായിരുന്നു. ഇതിന്റെ കൂടെ ചെറിയൊരു വുഡൻ പീസ്, ഒരു നമ്മുടെ ഫിംഗറിന്റെ ഒരു നീളം ഉണ്ടായിരിക്കും. നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിലൊരു സ്റ്റൈലസ്, ഒരു വുഡൻ സ്റ്റൈലസ്, ഒരു ചെറിയൊരു പെൻസിൽ പോലെയൊക്കെ വരുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഈ ഷേപ്പിലൂടെ വരയ്ക്കുന്നത്. പക്ഷെ അത് 2 എണ്ണം വേണമായിരുന്നു, എന്നാലല്ലേ 2 കൈ കൊണ്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു പെൻസിൽ, അധികം ഷാർപ്പൻ ചെയ്യാത്ത ബ്ലണ്ട് ആയിട്ട് ടിപ്പിരിക്കുന്ന രീതിയിലുള്ള ചെറിയ പെൻസിലോ എന്തെങ്കിലും കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന പേന പ്രസ് ചെയ്യാതെ, അതായത് ആ മഷി വരാതെ ആ രീതിയിലാക്കിയിട്ട് അത് വെച്ചിട്ട് ചെയ്യാനായിട്ട് കൊടുക്കാം. നമുക്ക് അതിന്റെ ഇടയിലൂടെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാൻ കൊടുത്താൽ കുട്ടികൾ ഒരേ പ്രാവശ്യം. ഈ സർക്കസിലൊക്കെ റൗണ്ട് 2 കൈ കൊണ്ട് ഇങ്ങനെ ചിറ്റണ കണ്ടിട്ടുണ്ടോ? യെസ്. അപ്പൊ ഇത് റോസ്മി പറഞ്ഞതുപോലെ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള എക്സസൈസ് ഒക്കെ അല്ലേ.
ഇതൊക്കെ സിമ്പിൾ വേയിൽ വരുന്ന ബ്രെയിൻ എക്സസൈസ് ആണ്. അപ്പൊ നമ്മൾ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ ഇടത്തെ കൈ കൊണ്ട് അവരെന്തെങ്കിലും എടുക്കുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് പറയും, ആ കൈ കൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ അത് ശരിക്കും ചെയ്യാൻ പാടില്ല. കാരണം അവർ ജനിക്കുമ്പോൾ അവർക്ക് 2 ബ്രെയിൻ ഡെവലപ്മെന്റും ജനനത്തിലുണ്ട്. പക്ഷെ നമ്മളാണ് അവരുടെ ആ ഒരു ഇതിനെ പറഞ്ഞ് അങ്ങനെ മടുപ്പിക്കുന്നത്. അവരോട് എന്തെങ്കിലും കാര്യം എടുത്തോണ്ട് വരാൻ പറയുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഇടത്തെ കൈ കൊണ്ടായിരിക്കും എടുത്തോണ്ട് വരുന്നത്. അപ്പൊ നമ്മളത് സ്റ്റോപ്പ് പറയും, പക്ഷെ അത് പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, ചിലരുടെ ഓട്ടോമാറ്റിക് ആയിട്ട് മാറും, ചിലർക്ക് പക്ഷെ അവർ ആ ഹാൻഡ് തന്നെ അവരങ്ങ് യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഓക്കെ ഫൈൻ. ഇനി എന്തെങ്കിലും തോട്ട് ഫോർ ദി ഡേ എല്ലാം കഴിഞ്ഞു? ഞാൻ ആ സൈൻ ഇൻ ക്ലോസ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഞാൻ ജോയിൻ ആവുന്നത്. കഴിഞ്ഞില്ല. ഇല്ല മിസ്സേ, ഞാനാണ്. യെസ് യെസ്. ഓ, അൻസിയുടെ സമയമാണോ ഞാൻ എടുത്തേ? Thought of the day. Life and time are the world's best teachers. Life teaches us to make good use of time, and time teaches us the value of life. ജീവിതവും സമയവുമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ. ജീവിതം നമ്മെ സമയത്തെ നന്നായി പ്രയോജനപ്പെടുത്താൻ പഠിപ്പിക്കുന്നു. സമയം ജീവിതത്തിന്റെ മൂല്യം നമ്മെ പഠിപ്പിക്കുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം. തോട്ട് ഓഫ് ദി ഡേ ബൈ അൻസി. ഇതൊന്നും ഒരു ദിവസം APJ അബ്ദുൽ കലാമിന്റെ സാറിന്റെ വാക്കുകൾ കേൾക്കാത്ത ഒരു ദിവസവും ലൈഫിൽ ഇപ്പൊ ഇല്ലാതെ. കാരണം എല്ലാരും കോട്ട്സ് അല്ലെങ്കിൽ തോട്ട് എടുക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെയാണ്. ഓക്കെ, സോ വേറെ നമ്മളെവിടെ വരികയായി? നമ്മള് ഹെൽത്ത് ആൻഡ് ഹൈജീൻ തീർന്നായിരുന്നു മിസ്. ഇനി പുതിയ ചാപ്റ്റർ പുതിയ ചാപ്റ്റർ ഏതാണ്? മീൻസ് നിങ്ങൾക്ക് പാർട്ട് 1 ടീച്ചേഴ്സ് ഏതൊക്കെ എടുക്കുന്നതെന്ന് ജസ്റ്റ് എന്നോടൊന്ന് പറയാം. ഇനി എടുക്കാനുള്ള മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ മാത്രമേ എടുക്കാത്തായിട്ടുള്ളൂ. സോ എന്റെ ചാപ്റ്റർ തന്നെയാണ്. ഞാൻ ഇനി ഏതെടുക്കണം? ഞാൻ സാധാരണ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, പിന്നെ യൂണിറ്റ് 1 എടുക്കാറുണ്ട്. ദെൻ ഇത്. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് നിങ്ങൾക്ക് ആരാ എടുത്തേ? എന്തോ ശരണ്യാണ് എന്തോ പറഞ്ഞു? അത് അപർണ മാമാണ് എടുത്തത് ഫസ്റ്റ് എയ്ഡ് ചാപ്റ്റർ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മളൊക്കെ ലൈഫില് പല ലക്ഷ്യങ്ങളുണ്ടല്ലേ. പല ലക്ഷ്യങ്ങളിൽ ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയി. നമ്മളത് കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നവർ തന്നെയാണ്. ഇനി അഥവാ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ശരിയാക്കാനുണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. വേറൊന്നുമല്ല, ഹെൽത്ത് ആയിരുന്നു. ആ ഹെൽത്തിലേക്ക് എത്താനുള്ള, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള നമ്മളുടെ മീൻസ്, ബേസ്, റൂട്ട് ആയിരുന്നു ഹൈജീൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പൊതുവെ ശരീരത്തിന്റെ ആരോഗ്യം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ എടുക്കേണ്ട. ഭക്ഷണം, നമുക്ക് അതുമൂലം ഹെൽത്ത് എഡ്യൂക്കേഷന്റെ അവയർനെസ്സിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം വേണ്ട സമയത്ത്. പിന്നെ ചില സ്കിൽസ്, ഫസ്റ്റ് എയ്ഡ് അപർണമേം എടുത്തപ്പോൾ പലതരം സ്കിൽസ് നമുക്ക് വേണം. ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട ഒരു വ്യക്തി എങ്ങനെയാണ്, അയാൾ അലേർട്ടായിരിക്കണം അല്ലെ. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് അതാണ്. ആ ഒരു പ്രോംപ്റ്റ്നെസ്, ആ ഒരു അലർട്ട്നെസ് ഫസ്റ്റ് എയ്ഡിൽ വേണം. ആ ഒരു ടൈമിൽ തന്നെ കൊടുക്കുക. എത്രയും പെട്ടെന്ന് സിവിയർ ആണെന്ന് തോന്നിയാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കൊടുക്കുന്ന ഒരു പ്രൈമറി ഒരു സപ്പോർട്ട് ട്രീറ്റ്മെന്റ്, അത്രയേ ഉള്ളൂ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അത് പ്രൊഫഷണലി മെഡിക്കൽ ഫീൽഡിനെ പറ്റി അറിയുന്ന ഒരാളായിരിക്കണമെന്നില്ല. പക്ഷെ ജനറലി കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. മുറിവ് വന്നാൽ, പൊള്ളലേറ്റാൽ, ഒരു കുഴഞ്ഞു വീഴുമ്പോൾ CPR കൊടുക്കേണ്ടതുണ്ടെങ്കിൽ മിക്കയിടത്തും ഇപ്പൊ മോക്ക് ഡ്രില്ല് പോലെ CPR കൊടുക്കുക, CPR എങ്ങനെ കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലോക്കൽ അതോറിറ്റീസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്ന സ്കൂളുകളിലും ഓഫീസുകളിലും ഒക്കെ അതിൻ്റെതായ ഒരു മോക്ക് ഡ്രില്ലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മള് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അപ്പൊ ഫസ്റ്റ് എയ്ഡ് ഞാൻ അതിനകത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഓൾ നോ ഹൗ ടു ഹീൽ എ വൂണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വൂണ്ട് എങ്ങനെ ഹീൽ ചെയ്യണമെന്ന്. ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ച് അത് ഉണങ്ങുന്ന വരെ അതിനെങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. ഉണങ്ങി കഴിഞ്ഞാൽ അതൊരു സ്കാറായിട്ട് കിടന്നാലും നമ്മളുടെ സൗന്ദര്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണല്ലേ ആ ഒരു സ്കാർ, ഒരു പാടെന്ന് പറയണത്. അപ്പൊ നമ്മൾ പിന്നെ അതിനെ പറ്റിയ നല്ല പ്രോഡക്ട്സ് നോക്കും. പാട് മാറ്റാൻ പറ്റുന്ന നല്ല പ്രോഡക്ട്സ് നോക്കി നമ്മൾ അത്രയും കെയർ ചെയ്യുന്നു നമ്മുടെ ഔട്ടർ അപ്പിയറൻസ്. നമ്മുടെ ലുക്സിനെ ബാധിക്കുന്ന ഒരു പാടാണോ, നമ്മൾ അതിനെ കെയർ ചെയ്ത് അത് കറക്റ്റ് ആക്കുന്നു, ആ പാട് മാറ്റുന്നു. ഇനി ഇതേ ഒരു വൂണ്ട്, ഇതുപോലൊരു വൂണ്ട്, അല്ലെങ്കിൽ ഇതിനേക്കാൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു വൂണ്ട് നമ്മുടെ മനസ്സിനെ കുത്തി മുറിവേൽപ്പിച്ചു, മനസ്സിനൊരു വേദന നൽകി.
എങ്ങനെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും? ആരോടെല്ലാം തുറന്നു പറഞ്ഞാൽ മാറും മിസ്സേ. തീർച്ചയായിട്ടും തുറന്നു നമുക്ക് സംസാരിക്കുക, പിന്നെ നല്ല തുറന്ന് പാട്ടുകൾ കേൾക്കുക. അതെ, പാട്ടുകൾ കേൾക്കാം. അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് തുറന്നു പറയാനായിട്ട് ഒരാളുണ്ട്, അങ്ങനെ ഒരു സ്പേസ് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അയാളോട് തുറന്നു പറയൂല്ലേ. എപ്പോഴും അങ്ങനെ ഒരാളെ കിട്ടുക എന്നുവെച്ചാൽ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കേൾക്കാൻ ആർക്കും സമയമില്ല. കേട്ടിരിക്കാൻ ഒരാളെ നമുക്ക് കിട്ടുക, അത് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ട ഈ ചെവിയിലൂടെ പുറത്ത് കളയുന്നല്ല. ഹിയറിംഗ് ആൻഡ് ലിസണിങ് ഡിഫറെന്റ് ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോൾ താഴെ ടി വി വെച്ചാൽ ശബ്ദം കേൾക്കുന്നുണ്ട്, അവിടെ ആളുകൾ സംസാരിക്കുന്നതിന് ശബ്ദം, പുറത്ത് കിളിയുടെ ശബ്ദം, ഇതൊക്കെ ഞാൻ കേട്ടങ്ങ് പോവുക, ഞാൻ അതിലൊന്നും ഉടക്കി നിൽക്കുന്നില്ല അല്ലെ. അതേസമയം ഒരാൾ പറയുന്നത് നമ്മൾ ലിസണിങ്, നമ്മൾ ശ്രദ്ധിക്കുന്നു. അവിടെ നമ്മൾ കേൾക്കുന്നത് ചെവി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് കേൾക്കുന്നത്. അയാളോട് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ വായ കൊണ്ടല്ല പറയുന്നത്, ഹൃദയം കൊണ്ടായിരിക്കും നമ്മൾ അവിടെ പറയുന്നത്. അവിടെ കമ്മ്യൂണിക്കേഷൻ, ലിസണിങ് ആൻഡ് ആ ഒരു സ്പീക്കിംഗ് നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ഹാർട്ടാണ്. അതാണ് ആ ഒരു വ്യത്യാസം. ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളുകൾ സംസാരിക്കുന്നു, അതൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് പോകുമ്പോഴേക്കും അവിടെ ഡിഫറൻസ് ഉണ്ട്. അവിടെ നമ്മൾ ഫിൽട്ടർ ചെയ്യും ചില സമയത്ത്, വേണ്ടത് കേൾക്കുന്നു, വേണ്ടാത്തത് കളയുന്നു. ആ രീതിയിൽ ഫിൽട്ടറിങ് നടക്കാറുണ്ട് പലപ്പോഴും കേൾക്കുമ്പോൾ അല്ലെ. പിന്നെ ഈ നമ്മൾ കേൾക്കുമ്പോൾ ഈ പറയുന്ന വ്യക്തിയുടെ വിഷമം മനസ്സിലാക്കിയത് നമുക്ക് കേൾക്കാൻ പറ്റണം. ദാറ്റ് മീൻസ് നമുക്ക് വേണ്ടുന്ന ഒരു ക്വാളിറ്റി എമ്പതി. എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി മലയാളത്തില് അല്ലെ, അങ്ങനെ എന്തോ അല്ല അതിന്റെ അർത്ഥം. സഹതാപവും സഹാനുഭൂതിയും ഡിഫറെന്റ് അല്ലേ, സിമ്പതിയും എമ്പതിയും ഡിഫറെന്റ് അല്ലേ. ലോകത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായി, അവിടെ കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടായി, അവിടുത്തെ ആളുകളുടെ ജനജീവിതത്തെ ബാധിച്ചു. നമ്മൾക്ക് കഷ്ടം തോന്നിയല്ലേ, ഓ കഷ്ടം, അവരെന്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചു, എന്തോ ഒരു നഷ്ടങ്ങളും നാശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. ദാറ്റ് ഈസ് സിമ്പതി. നമ്മൾ ചിന്തിക്കുവാണ് അവരുടെ വിഷമം. ചിലപ്പോ വീട് നഷ്ടപ്പെട്ടവരുണ്ടാകും, ഉറ്റവരെ നഷ്ടപ്പെട്ടവരുണ്ടാവുമായിരിക്കും. അവരുടെ സ്ഥാനത്ത് നിന്ന് ആ വിഷമം ഞാൻ ശ്രദ്ധിക്കുവാണ്. സോ അവരുടെ സ്ഥാനത്ത് നിന്നിട്ട് നമ്മൾ ആ വിഷമം മനസ്സിലാക്കുവാണ്. ദാറ്റ് ഈസ് എമ്പതി. അപ്പം അതാണ് ഇപ്പൊ പറയുന്ന ഒരു വ്യക്തി പറയുന്നത് നമ്മൾക്ക് കേൾക്കുമ്പോൾ വളരെ ചിലപ്പോൾ നമുക്ക് നിസ്സാരമായി തോന്നും, കാരണം നമ്മൾ അതിൽ കൂടുതൽ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലായിരിക്കും ഇതിലും വലിയതാണല്ലോ ഞാൻ അനുഭവിച്ചത്, ഇനി ഇയാൾക്ക് എന്താ, ആ ഒരു തോന്നൽ നമുക്ക് ഇല്ലാതാകണം. കാരണം പറയുന്ന ഓരോ വ്യക്തിക്കും അവരുടെ വിഷമം തന്നെയാണ്. ഒരാളുടെ ഇഷ്ടമായിരിക്കില്ല വേറൊരാളുടെ ഇഷ്ടം, ഒരാളുടെ റൈറ്റ്സ് ആയിരിക്കില്ല വേറൊരാളുടെ റൈറ്റ്സ് എന്ന് പറയുന്നത്, ഒരാളുടെ സങ്കടമായിരിക്കില്ല വേറൊരാളുടെ സങ്കടം എന്ന് പറയുന്നത്. ഇപ്പൊ കൊച്ചു കുട്ടികൾ വന്ന് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും ഇത് എന്തൊരു നിസ്സാര കാര്യം, ഇതിനാണ് ഇവൻ എന്ന് നമ്മൾ ആ കുഞ്ഞിനോട് പറയുകയും ചെയ്യരുത്. കാരണം അവന്റെ ആ ഒരു വിഷമം അത് അവന് വലിയൊരു പ്രശ്നമാണ്. അപ്പം നമ്മൾ എംപത്തറ്റിക് ആയിട്ട് കേൾക്കുക എന്ന് മാത്രം. അവന്റെ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ആ കുട്ടിയുടെ അല്ലെങ്കിൽ അയാളുടെ സ്ഥാനത്ത് നിന്ന് നമുക്കത് ചിന്തിച്ചത് നമ്മുടെ വേദനയാണ്. പുട്ടിങ് വൺസ് ഷൂ ഓൺ അവർ ഓൺ നമ്മൾ പറയില്ലേ, വേറൊരാളുടെ ഷൂല് നമ്മൾ കാലിടുക. ചിലപ്പോൾ നമുക്ക് ടൈറ്റ് ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് ലൂസ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ അളവായിരിക്കും, അത് ഡിപ്പെൻസ്. അതാണ് ശരിക്കും നമുക്കിവിടെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിൽ വരുന്നത്. നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്നൊരു ടോപ്പിക് ഇല്ല, നിങ്ങൾക്ക് തന്ന ടെക്സ്റ്റില് അങ്ങനെ ഒരു ടോപ്പിക് ഇല്ല. പക്ഷേ ഞാൻ ആ ടോപ്പിക് എടുക്കും. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ കഴിയുന്ന ഉടനെ തന്നെ PFA സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഞാൻ എടുക്കും. നിങ്ങൾക്ക് ഒരു PDF പ്രൊവൈഡ് ചെയ്യും. PDF കുറേ കാര്യങ്ങൾ വായിക്കാനുണ്ട്, ഏകദേശം 28 പേജോളം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതിൽ നിന്ന് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യാറ്. നിങ്ങൾക്കത് വായിക്കാം, നിങ്ങൾക്കത് സൂക്ഷിച്ചു വെക്കാം. കാരണം നമ്മളുടെ ലൈഫിലും നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ലൈഫിലും നമ്മൾക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം. നമുക്ക് ഇങ്ങനെ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ പറയാൻ ഒരാളുള്ളത്, ഇല്ലാത്ത വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷമം തന്നെയാണ്. കാരണം നമ്മൾ ചെന്ന് പറയുമ്പോൾ അയാള് നമ്മൾ ഒരുമാതിരി കളിയാക്കുക, ഇതാണോ ഇത്ര വലിയ കാര്യമായിട്ട് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ അയാളുടെ അടുത്തേക്ക് പോകില്ല നമുക്കൊരു വിഷമം വന്നാൽ പറയാനായിട്ട്. അത് ഓർക്കുക. നമ്മൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഓർക്കണം, ഒരാൾ നമ്മുടെ അടുത്ത് പറയാൻ വന്നപ്പോ
അത് നമ്മുടെ പ്രശ്നമായിട്ട് ഇരുന്ന് കേട്ട് ചിലപ്പോ അവർക്ക് കേട്ടാൽ മാത്രം മതിയാകും. ചിലര് നമ്മളോട് ചോദിക്കും ഞാൻ എന്താ ഇതിന് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടേതായ അഭിപ്രായങ്ങൾ പറയാൻ നമുക്ക് പറ്റും. എവിടെയാണ് നമ്മളുടെ ചില ഇടങ്ങൾ ഉണ്ടാകും, അതായത് നല്ല അടുത്ത സുഹൃത്തോ അങ്ങനെ ഇങ്ങനെ വരുമ്പോ അല്ലാത്ത ആളുകളെ കൊണ്ട് നമ്മൾ തന്നെ പറയിക്കണം. ശരി, ഇങ്ങനെ ചോദിക്കാം, ഒരു വിഷമം പറയുമ്പോൾ നമുക്ക് ചോദിക്കാം ഇതിന് എന്താ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് എന്ന് അങ്ങോട്ട് ചോദിക്കാലോ. അപ്പൊ അവര് ചിന്തിക്കും ശരിയാണല്ലോ, ഇതിന് എന്താണ് എന്റെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് തന്നെ ആ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ തന്നെ പ്രശ്നം ഏകദേശം ഒരു 90% കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളതേ ഉള്ളൂ. ഒരു കേസ് എൻ്റെ അടുത്ത് വന്നതാണ്. ഒരു ഹസ്ബൻഡ് മീൻസ് ലൈക്ക് അയാള് വലിയ കുഴപ്പമില്ലാത്തൊരു ഫാമിലിയില്, ഫിനാൻഷ്യലി ഒന്നും ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല, ബിസിനസ്സുകാരനാണ്. ഒരു ശുദ്ധയായ ഒരു സ്ത്രീയാണ് അയാളുടെ ഭാര്യ. എന്ന് പറഞ്ഞ ബിസിനസിനെ കുറിച്ച് ഒന്നും അറിയില്ല. അവർക്ക് ആകെ അറിയാനുള്ളത് വീട്ടില് ഭക്ഷണം ഉണ്ടാക്കുക, കുട്ടികളുടെയും ഹസ്ബൻഡിന്റെയും കാര്യങ്ങൾ, വീട്ടിലുള്ളവരുടെ കാര്യങ്ങളെല്ലാം നോക്കുക. അത് അവർ വളരെ ആത്മാർത്ഥമായി സ്നേഹത്തോടു കൂടി ചെയ്യുന്ന ഒരു സ്ത്രീ. ബാക്കി ബിസിനസിന്റെ ABCD അവർക്കറിയില്ല. അപ്പോ ഹസ്ബൻഡ് പൊതുവെ ബിസിനസ് കാര്യങ്ങളൊന്നും ഇവരോട് സംസാരിക്കാറില്ല. ആ ഒരു പുച്ഛഭാവം ഉണ്ടാവുമായിരിക്കും, നിനക്കൊന്നും മനസ്സിലാവില്ലല്ലോ എന്നുള്ള രീതി. ഹസ്ബൻഡ് വന്നതിന്റെ ഉദ്ദേശം ഇതായിരുന്നു, അയാൾക്ക് ഇനി ജീവിക്കണ്ട, അയാളെ സൂയിസൈഡ് ചെയ്യാൻ പോവുക. അപ്പൊ ഈ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന കാര്യം ആരോടെങ്കിലും പറയണം. അങ്ങനെ വന്ന് പറയുവാണ്, എനിക്കിനി ജീവിക്കണ്ട, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, എന്തിനാണ് ഇപ്പോ ജീവിതം മടുത്തു അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യണമെന്ന് തോന്നാൻ കാരണം? ഇപ്പൊ ബാക്കി ഫാമിലി ഹിസ്റ്ററി ഒക്കെ ചോദിച്ചു മനസ്സിലാക്കിട്ടോ. പുള്ളി പറയണത് പുള്ളി ചെയ്യുന്ന ബിസിനസ്സിൽ ഒരു നഷ്ടം വന്നു. പുള്ളിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ലോസ് വരുന്നത്, നഷ്ടം. ആ നഷ്ടം പുള്ളിക്ക് അങ്ങ് താങ്ങാൻ പറ്റുന്നില്ല. പുള്ളിക്ക് ആ വന്ന നഷ്ടത്തിന്റെ എമൗണ്ട് അല്ല പുള്ളിയുടെ, ആദ്യമായിട്ട് എനിക്ക് സംഭവിച്ചല്ലോ, ഞാൻ ഇത്ര നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാള് എനിക്കിങ്ങനെ നഷ്ടം വന്നല്ലോ, ഇതാണ് ആള് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഭാര്യയോട് പറഞ്ഞു? അപ്പൊ അയാള് അതത്ര ശ്രദ്ധിച്ചില്ല, കാരണം അയാളൊന്നും ബിസിനസിന്റെ കാര്യം ഭാര്യയോട് പറയാറില്ല. ഭാര്യയോട് പറഞ്ഞു, അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ എന്തായാലും സൂയിസൈഡ് ചെയ്യാൻ പോവാണ്. വീണ്ടും ഇതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു, നിങ്ങൾ ഈ വിവരം ഭാര്യയോട് പറഞ്ഞു? അപ്പൊ വീണ്ടും അയാൾ പറയുക, ഇല്ല അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ എന്തായാലും സൂയിസൈഡ് ചെയ്യുവാണ്, ഞാൻ തീരുമാനിച്ചതാണ്, അതൊന്ന് വന്ന് പറയാൻ വേണ്ടി വന്നത്. അപ്പൊ അയാളുടെ തോട്ട്സ് മാത്രമല്ല, അയാള് സൂയിസൈഡ് ചെയ്യാനുള്ള മീൻസും മാർഗങ്ങളും കണ്ടുപിടിച്ചിട്ടാണ് വന്ന് ഇരിക്കണത്. വീണ്ടും അയാൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, എനിക്ക് മതിയായി ജീവിച്ചു, എനിക്ക് നഷ്ടം എനിക്കത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സോ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ചോദിച്ചു, ഭാര്യയോട് പറഞ്ഞു? 5 തവണ ഭാര്യയോട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ റീതിങ്ക് ചെയ്യാൻ തുടങ്ങി. ശരിയാണല്ലോ, ഞാൻ അവളോട് ഇതൊന്ന് ഷെയർ ചെയ്ത് നോക്കാം, അവൾ എന്താ പറയുന്നതെന്ന് നോക്കാലോ എന്ന് വിചാരിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ശരി, ഞാൻ ഭാര്യയോട് ഞാനിതൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളി വീട്ടിൽ ചെന്ന് ഭാര്യയുടെ അടുത്ത്, എനിക്ക് ഇങ്ങനെ ബിസിനസ്സിൽ നഷ്ടം വന്നു, അയാൾക്ക് വന്ന നഷ്ടം ഏകദേശം ഒരു 5 ലക്ഷം രൂപയാണ് നഷ്ടം, എനിക്ക് 5 ലക്ഷം രൂപ, അയാൾക്ക് ആ എമൗണ്ട് അല്ല പ്രശ്നം, അയാളുടെ ലൈഫിലെ ഒരു താഴ്ച അയാൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം, എനിക്കിത് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ബിസിനസിനെ പറ്റി അറിയില്ല, പക്ഷെ നിങ്ങൾ വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയാം, ഈ 5 ലക്ഷം നഷ്ടം നിങ്ങൾക്ക് നിഷ്പ്രയാസം അത് ശരിയാക്കിയെടുക്കാനും വീണ്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാനും പറ്റുന്ന എനിക്ക് വിശ്വാസമുണ്ട് എന്നവർ പറഞ്ഞു. അതോടുകൂടി അയാൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഭാര്യ പറഞ്ഞു, അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, 5 ലക്ഷം അറേഞ്ച് ചെയ്യാനായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്റെ ഗോൾഡ് തരാൻ പറ്റും, അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞ് അവരത് സോർട്ട് ചെയ്തു. ഇവര് 2 പേരും കൂടെ വന്നു. അപ്പൊ അയാളെ കൊണ്ട് ചിന്തിപ്പിച്ചത്, അയാളുടെ ഏറ്റവും അയാളോട് അടുപ്പമുള്ള ഒരു വ്യക്തി, അയാൾ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി അയാളുടെ വീട്ടിലുണ്ട്, പക്ഷെ അയാൾ തിരിച്ചറിയുന്നില്ല. അയാൾ ഫാമിലി കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ, പേഴ്സണലി അറിയാവുന്നതായിരുന്നു, ഫാമിലി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ മനസ്സിലായി ഈ കാര്യം ഇയാളുടെ ഭാര്യയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. കാരണം അവർ അത്രയും വളരെ ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു ലേഡിയാണ്, വളരെ നിഷ്കളങ്കിയായ ഒരു സ്ത്രീ. അങ്ങനെ അവര് ഇപ്പൊ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കും. ഇതാണ് നമ്മൾക്കിത് പറയാൻ ഒരു സ്പേസ് ഉള്ളിടത്തോളം കാലം നമ്മൾക്ക് ഏത് പ്രോബ്ലവും നമുക്ക് അനിഷ്പ്രയാസം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അയാളിത് പറയാൻ, അത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തത് അയാൾ തന്നെയാണ്. അയാൾ മരിക്കാൻ പോകുക എന്നുള്ള വിവരം ഒരാളോട് പറയണം. ആ ഒരു രീതിയിൽ അയാള് അങ്ങനെ പറയാൻ വന്നപ്പോ നമ്മൾ അയാളെ ഡീവിയേറ്റ് ചെയ്ത് വിട്ടു. അയാൾ മരിക്കാൻ പോവുകയാണെന്നുള്ളത് ശ്രദ്ധിച്ചതേ ഇല്ല. നിങ്ങൾ ഈ വിവരം ഭാര്യയോട് പറഞ്ഞു, ബിസിനസ്സിൽ നഷ്ടം വന്ന വിവരം ഭാര്യയോട് പറഞ്ഞു, അതാണ് ചോദിച്ചേട്ടോ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് മരിക്കാൻ പോണ കാര്യം ഭാര്യയോട് പറഞ്ഞോന്നില്ല. ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ നഷ്ടം വന്നു, ഭാര്യയ്ക്ക് ഇത് അറിയാമോ, ഭാര്യയോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു.
മേ ബി നമുക്ക് എല്ലാരെയും ഒന്നും നമുക്ക് ശരിക്കും ഡീവിയേറ്റ് ചെയ്ത് വിടാനോ അത് സപ്പോർട്ട് ചെയ്യാനോ പറ്റാൻ സാധ്യത ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ലൈഫിലെ കുറേ പേർക്കെങ്കിലും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. മാം ഒരു 100%-ല് ഒരു 80%-ഉം ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ആൾക്കാർ തമ്മിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും നിൽക്കുന്നുണ്ട് അങ്ങനെ. അതാ കാരണം എന്താ വെച്ചാല് കല്യാണം കഴിഞ്ഞൊക്കെ മുമ്പ് ഇവർ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. കല്യാണം കഴിഞ്ഞാല് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യില്ല. ഭാര്യ വിചാരിക്കും ഹസ്ബൻഡ്, ഒരു ഉദാഹരണം പറയണെങ്കിൽ നമ്മളിപ്പം പുറമെ ഇപ്പൊ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മള് ഏതെങ്കിലും ബന്ധുക്കളെ കണ്ടു, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ടല്ലോ, ഹസ്ബൻഡിനെ കണ്ടല്ലോ എന്ന് പറയും. അപ്പൊ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിക്കതും നടക്കുന്നുണ്ട് മാം. അതെ അതെ പിന്നെ അവര് തമ്മിൽ ഇങ്ങനെ പറയാ, എന്താ പറയാ, ഒരു ഭാര്യ ഭർത്താവൊക്കെ ആകുമ്പോ അല്ലാതെ ഷെയർ ചെയ്യാൻ മാത്രല്ല, എന്താ പറയാ, അത്രയും സ്നേഹത്തോടെ നിക്കണം എന്ന് എന്റെ അഭിപ്രായം അങ്ങനെ. പക്ഷെ വെച്ചാല് ഇപ്പത്തെ കാലത്ത് അങ്ങനെ നടക്കണില്ല. ഒരു കാര്യം ഷെയർ ചെയ്യണില്ല. സ്നേഹം എന്ന് പറയണ ഉണ്ടോന്ന് പോലും അറിയില്ല. ഒരു കാര്യങ്ങളും ഇല്ല. അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലൈഫിൽ എന്ന് പറഞ്ഞാൽ കുറെ പ്രോബ്ലംസ് ഇപ്പൊ നടക്കുന്നുണ്ട്. ഡിവോഴ്സും കൂടുതലാണ് ഇപ്പൊ. പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ഭർത്താക്കന്മാര് അവര് അനുഭവിക്കുന്ന സ്ട്രെസ് പലപ്പോഴും ഷെയർ ചെയ്യില്ല. അവര് മാക്സിമം അവരുടെ ഫാമിലിക്ക് കൂടുതൽ റിസോഴ്സ് കൊടുക്കുക, അവർക്ക് വേണ്ടുന്നതെല്ലാം ആക്കി കൊടുക്കുക എന്നുള്ള ആ ഒരു ഓട്ടപ്പാച്ചിൽ പോകുന്ന ഹസ്ബൻഡ്മാരും ഉണ്ടാവും കേട്ടോ. അപ്പൊ അവിടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അയാൾക്ക് ചിലപ്പോ ഭാര്യയോട് പറയാനുള്ള എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ഉണ്ടായിരിക്കാം. കാരണം ഞാൻ ഇത്ര ഏൺ ചെയ്യുന്നു, എനിക്ക് പറ്റുന്നില്ല എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യാന്ന് അവർക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് കടം വാങ്ങിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവസാനം അവര് ആകെ നിൽക്കക്കളി ഇല്ലാതായി പോകും. അങ്ങനെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഓപ്പൺനെസ് തന്നെയാണ്, തുറന്ന് സംസാരിക്കാൻ പറ്റുക. അത് പ്രത്യേകിച്ച് പാർട്ട്നേഴ്സ് തമ്മിലാണെങ്കിൽ അവർക്ക് അവരുടേതായ പ്രൈവസിയില്, ഒരു പ്രൈവറ്റ് മൊമെന്റ്സിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എനിക്ക് ഇങ്ങനെ ഒരു ഫീൽ ഉണ്ട്, എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്, പക്ഷെ രണ്ടുപേർക്കും ആ ഒരു മനസ്സ് വേണം. അതൊക്കെ ഒരു റെയറാണ്. ചിലപ്പോ ചിലർക്ക് ചില സ്പാർക്കൊക്കെ വരുമ്പോൾ, ചില ഒരു ഇൻസിഡൻസ് ഒക്കെ വരുമ്പോൾ അതൊക്കെ ശരിയായി വരും. പൊതുവെ ഇമോഷണലി ആണ് ശരിക്കും സ്ത്രീകൾക്ക് സപ്പോർട്ട് വേണ്ടത്. പുരുഷന്മാർക്ക് അങ്ങനെ വരാറില്ല. കൂടുതൽ ഇമോഷണൽ സപ്പോർട്ടാണ് സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഫിസിക്കലി ഉള്ള ആ ഒരു ഇന്റിമസിയെക്കാളും അവരെപ്പോഴും ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇന്റിമസിയാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഹസ്ബൻഡ് ശ്രദ്ധിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. നമുക്ക് മെന്റൽ ഹെൽത്തിൽ ഇത് വരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കൂടുതലും കുട്ടികളുടെ ഇതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പോകുന്നത്. ശരിക്കും നമ്മളുടെ നാടുകളിൽ, ലോകം മുഴുവനും ശരിക്കും വേണ്ടത് മെന്റൽ ഹെൽത്ത് ലിറ്ററസിയാണ്, മാനസിക ആരോഗ്യ സാക്ഷരത. അതിന്റെ കുറവുകൊണ്ടാണ് പല പ്രശ്നങ്ങളും വരുന്നത്. മെന്റൽ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് തന്നെ ഇപ്പൊ കൊടുത്തു പോകുന്നുണ്ട് കാലാകാലങ്ങളിലായിട്ട്. കാരണം നമ്മൾക്ക് കേൾക്കാം, നമുക്ക് അറിയാം, ഒരു 12 വയസ്സ് തുടങ്ങി 18 വയസ്സ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീനേജ് ആണല്ലേ. ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ പാരന്റ്സ്, മിക്കവാറും അമ്മമാരാണ് കൂടുതൽ. ഭയങ്കര അവർക്ക് ടെൻഷനാണ്. മക്കൾ ആ ഒരു പ്രായത്തിൽ, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പേടിയാണ്. പൊതുവെ ഏജ് ഒന്ന് കടന്നു കിട്ടിയ സമാധാനമായി, ഒരു ഇരുത്തം വരും. ഇതൊക്കെ നമുക്ക് പറയും കുട്ടികളെ കുറിച്ച് പൊതുവെ പാരന്റ്സ്. അപ്പൊ നമ്മൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏജ്, കുട്ടി ഒരു 7 വയസ്സ് വരെ മേ ബി എല്ലാ കാര്യങ്ങളും അമ്മോട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. എൻ്റെ ഒരു ഫ്രണ്ട്, ആൾക്കൊരു മോനാണുള്ളത്, പറയും 7 വയസ്സ് വരെ അവൻ എന്നോട് എല്ലാം ഷെയർ ചെയ്യായിരുന്നു. ഇപ്പൊ അവന്റെ ഫ്രണ്ട്സ് ഏതാന്ന് ഞാൻ ചോദിച്ചു ചെല്ലുന്നത് പോലും അവന് ഇഷ്ടമല്ല, അവന് ദേഷ്യം വരും. എന്തിനാ എന്റെ കാര്യം അറിയുന്നത്, എന്റെ ഫ്രണ്ട്സ് അവിടെ എന്തിനാ ഇടപെടുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണെന്ന് ആ കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞു. എന്റെ ഫ്രണ്ടാണ് അതിന്റെ അമ്മ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതാണ് 7th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോഴേക്കും ഏകദേശം 12-13 വയസ്സ് ആ ഒരു പ്രായമാണ്. കുട്ടികൾ ഈ ഒരു അഡോളസൻസ്, ഈ ഒരു കൗമാര കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇവർക്ക് കൂടുതലും, അവർ ഈവൻ ഒരു ഫാമിലിയുടെ ഒരു പാർട്ട് ആയിരിക്കും, ആ ഫാമിലിയിലെ യൂണിറ്റ് തന്നെയാണ്. പക്ഷെ ഇവര് ഇൻഡിപെൻഡന്റ് ആവുകയാണ് പല കാര്യങ്ങളും. പ്രൈവസി അവർക്ക് വരുന്നു, പല കാര്യങ്ങളിലും പ്രൈവസി. കുട്ടികൾ ചോദിക്കും, എന്റെ റൂമിൽ അമ്മ കയറുമ്പോ നോക്ക് ചെയ്തിട്ട് കയറുന്നു. ആ ഒരു രീതിയിലൊക്കെ കുട്ടികൾ സംസാരിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അവരൊരു പ്രൈവസി സെറ്റ് ചെയ്ത് അതിന്റെ ഉള്ളിൽ കയറി ഇരുന്നോട്ടെ. പക്ഷെ അവർക്കൊരു പ്രശ്നം വരുമ്പോ അവർ കയറിയിരിക്കുന്ന ആ ഒരു ഇടത്തിന് നിറയെ വെന്റിലേഷനും ജനലുകളും വാതിലുകളും ഉണ്ടാവണം. അത് നമ്മുടെ മുന്നിലേക്ക് അവർക്ക് തുറന്നിടാൻ കഴിയണം, നമുക്ക് അതിനുള്ളിലേക്ക് കയറാനും പറ്റണം. ആ രീതിയിലുള്ള പ്രൈവസി
അത് മതി നിങ്ങൾക്ക്. അവരുടെ പ്രൈവസിയിൽ ഇരിക്കുവാണെങ്കിൽ നമ്മളുടെ ശ്രദ്ധ അതിലേക്ക് എപ്പോഴും വേണം. അപ്പൊ അതാണ്. അത് മാത്രല്ല, അവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ അവർ ഈസിലി നമ്മുടെ അടുത്തേക്ക് അമ്മയെന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ അച്ഛൻ വാട്ടവർ നമ്മൾ എങ്ങനെ ചേച്ചി റിയാക്ട് ചെയ്യുന്നുള്ള രീതിയിൽ അവർ പറയുള്ളൂ മിസ്സേ. നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അവർക്ക് അറിയാലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവര് നമ്മളോട് പറയുള്ളൂ. അമ്മ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എങ്ങനെ പ്രതികരിക്കുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അമ്മയോട് പറയണ്ടെന്ന് ചിലപ്പോ അങ്ങനെ അവർ ചിന്തിക്കും. അപ്പൊ നമ്മുടെ ആ ഒരു ഇതും കൂടി വേണം, എന്നാലേ പിള്ളേര് പറയുള്ളൂ. അത് നിങ്ങളുടെ ക്ലാസ്സിൽ ഷെയർ ചെയ്തോന്നറിയില്ല, ഒരു ടീനേജ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി, 9th or 10th പഠിക്കുന്ന പെൺകുട്ടി എല്ലാ കാര്യങ്ങളും അമ്മോട് ഷെയർ ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. എല്ലാ കാര്യങ്ങളും അമ്മയോട് സുഹൃത്തിനെ പോലെ ആ കുട്ടി വന്ന് ഷെയർ ചെയ്യായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവള് ഭയങ്കര സന്തോഷത്തോടു കൂടി ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഓടി വന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ അമ്മ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മോട് പറയുവാണ്, അമ്മ എന്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുടെ പേരും പറഞ്ഞു, ഒരു ആൺകുട്ടിയുടെ പേരും പറഞ്ഞു, അവര് തമ്മിൽ ലൈനാന്ന് പറഞ്ഞു എന്നും പറഞ്ഞു. അവൾ ഭയങ്കര ഒരു ഹാപ്പി, അവൾക്ക് എന്തോ ഒരു ചെറിയ നാണോ ഒരു എന്തൊക്കെയോ ഒരു സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. അമ്മോട് പറഞ്ഞപ്പോ അമ്മ പെട്ടെന്ന് തന്നെ ഭദ്രകാളിയെ പോലെയായി. ആ ചട്ടുക അവളുടെ നേരെ ഓങ്ങിക്കൊണ്ട് പറഞ്ഞു, നീ എങ്ങാനും ഇതുപോലുള്ള കാര്യം പറഞ്ഞു വന്നാൽ നിന്നെ ഞാൻ ശരിയാക്കുന്നു പറഞ്ഞു. അവൾ പേടിച്ചു പോയി, കാരണം അമ്മ ഷൗട്ട് ചെയ്യുക ചെയ്തത്. അപ്പൊ അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം, ഒരാളെ കാണുമ്പോൾ അവൾക്ക് ആ ഒരു ഫീല് തോന്നിക്കഴിഞ്ഞാൽ അവൾ ഒരിക്കലും അവളുടെ അമ്മയുടെ അടുത്ത് വന്ന് പറയില്ല. കാരണം ഫ്രണ്ടിന്റെ അനുഭവം അവൾക്ക് മനസ്സിലായി. അപ്പോ സ്വന്തം അനുഭവം എന്തായിരിക്കും എന്നവള് ഊഹിക്കും, ഒരു മുൻവിധി അവൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും അവളുടെ അമ്മയോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പറയില്ല, അവള് ഹൈഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അതേസമയം അത് അമ്മ വളരെ ടാക്ടിക്സോട് കൂടി അതിനെ പറഞ്ഞിരുന്നെങ്കിൽ അവൾ എല്ലാ കാര്യങ്ങളും വന്ന അമ്മോടായിരിക്കും ആദ്യം പറയുക. അപ്പൊ ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ്. അപ്പൊ നമ്മൾ ശരിക്കും ഒരു സ്പേസ് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ ചെറുതുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് ചില ഇമോഷൻസിനെ, ചില ഫീലിങ്സിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. മെന്റൽ ഹെൽത്ത് ആൻഡ് ഇമോഷണൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ അവർക്ക് നമ്മുടെ അടുത്തേക്ക് വരാം. ആ ഒരു സ്പേസ് ഉണ്ട്. എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഡീവിയേറ്റ് ചെയ്യാം. കാരണം എല്ലാ മനുഷ്യരുടെ ഉള്ളിലും കുറെ എനർജി സോഴ്സസ് ഉണ്ട്. അതിങ്ങനെ ചെറുപ്രായങ്ങളിൽ ക്രൗഡഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഈ എനർജി സോഴ്സ് ചിലപ്പോൾ നെഗറ്റീവ് സൈഡിലേക്ക് ആയിരിക്കും പോവുക. ഇതിനെ പോസിറ്റീവ് സൈഡിലേക്ക് കൊണ്ടുവരുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. മോണ്ടിസോറി മെത്തേഡിൽ അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് കിട്ടുന്നതെങ്കിലും അവർക്ക് പിന്നീട് അവർ ഏത് നോർമൽ സ്കൂളിലേക്ക് പോയാലും അവർക്ക് കുറെ കാര്യങ്ങൾ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു എൻവയോൺമെന്റാണ് നമ്മൾ ഡിസൈഡ് ചെയ്തത്. ഓക്കെ, നമ്മൾ ഇനി മെന്റൽ ഹെൽത്തിലേക്ക് പോകാം. മെന്റൽ ഹെൽത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇപ്പൊ പറഞ്ഞത്, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ കുറെ എക്സ്പീരിയൻസുകൾ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഉണ്ടാകും ഷെയർ ചെയ്യാനായിട്ട്. നമ്മൾ ചില കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ നമ്മളും കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നിട്ടുള്ള പല അവസരങ്ങൾ ഉണ്ടായിരിക്കും. പലപ്പോഴും ആളുകൾക്കൊരു സങ്കടം, പ്രത്യേകിച്ച് നമുക്ക് സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം. ഈവൻ നമ്മളുടെ നല്ല ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഒന്ന് കീറിപ്പോയാൽ കഴിഞ്ഞാൽ നമുക്ക് സങ്കടമാണ്. അത് നമുക്ക് അത്ര ഫേവറേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതായിരിക്കും, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഗിഫ്റ്റ് ചെയ്തിരിക്കും. അതൊക്കെ നമ്മളുടെ വിഷമങ്ങളിൽ വരും. നമ്മൾ കുറച്ച് ദിവസം അതിൽ നിന്നൊക്കെ ഒന്ന് പിന്നെ അതങ്ങ് ശരിയാവുമായിരിക്കും. പക്ഷെ ചില തീരാനഷ്ടങ്ങൾ നമ്മളുടെ ലൈഫിൽ ഉണ്ടാകാറുണ്ടല്ലേ. ഒരാളെ നഷ്ടപ്പെടുക അവിടെ വാക്കുമാണ്, നമുക്കത് പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള നഷ്ടങ്ങൾ, ഇപ്പൊ സാമ്പത്തികമായിട്ട് നഷ്ടം വന്ന് നമ്മൾക്ക് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട ആ കാശ് തിരിച്ചു കൊണ്ടുവരാൻ വിഷമമാണ്, എന്നാലും തിരിച്ച് എടുക്കാനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്നും അങ്ങ് പോയി, നഷ്ടപ്പെട്ടു എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അതൊരു വാക്കുമാണ്, അവിടെ ശൂന്യമാണ്. അവിടെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ ഒന്നുമില്ല. അയാളുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഈ ഓർമ്മകളോടുകൂടി അയാളെ സ്നേഹിച്ച് പിന്നെ ജീവിക്കുക എന്നുള്ളതേ നമ്മുടെ മുന്നിലുള്ളൂ. പക്ഷെ ചില ആളുകള് വല്ലാതെ ഡൗൺ ആയി പോകും. നമുക്ക് സങ്കടം ആദ്യം വരുന്നു, ദുഃഖമായി മാറുന്നു, നിരാശയാകുന്നു, പിന്നെ ഡിപ്രഷനിലേക്ക് പോകുന്നു. ഇങ്ങനെ പോകുന്ന വഴികളിലൊന്നും നമുക്ക് ഈ സ്പേസ് സംസാരിക്കാൻ പറ്റാത്ത ഒരാളില്ലാതാകുമ്പോഴാണ് നമ്മൾ ഈ അവസ്ഥകളിലേക്കൊക്കെ പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് പോകും. അതായത് മെഡിസിൻ കഴിക്കേണ്ടി വരുന്ന അവസ്ഥ. അതിന്റെ ഇടയിൽ ഇന്റർവെൻഷന് നമുക്ക് പറയാൻ അനുമോളും റോസ്മി എല്ലാം പറഞ്ഞ പോലെ നമ്മളെ കേൾക്കാനും നമുക്ക് പറയാനും, നമുക്കൊരു പാട്ട് കേട്ടാൽ ശരിയാകുന്നതോ, അല്ലെങ്കിൽ അല്പം യാത്ര ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ചാൽ, അല്ലെങ്കിൽ കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാകുന്നതായ പ്രശ്നമല്ല എന്ന് വിചാരിക്കുക. വീണ്ടും അത് വളരെ കഠിനമായി മുന്നോട്ട് പോകും. അങ്ങനെ ക്ലിനിക്കൽ ഡിപ്രഷനിലെത്തി മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പോഴും ഇന്റർവെൻഷൻ ആ ഒരു വ്യക്തി ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. ലൈക്ക് ഒരു എന്താ പറയാ,
പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് അഡ്വൈസ് ചോദിക്കൂ, മെഡിസിൻ കഴിക്കണമെങ്കിൽ കഴിക്കുവോ, തെറാപ്പി ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ വീണ്ടും അയാൾക്ക് പിന്നെ ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നുന്നു, അങ്ങ് മരിച്ചാ മതി എന്നൊരു തോന്നലായി. അപ്പോഴും ആരും അറിയുന്നില്ല ഇയാൾ ഈ വിഷമഘട്ടത്തിലൂടെ പോകുന്നു എന്നുള്ളത്. പിന്നെ അയാൾക്ക് തോട്ട്സായി, സൂയിസൈഡിനെ കുറിച്ചുള്ള തോട്ട്സ് വന്നു തുടങ്ങി. പിന്നെ അയാൾ നെക്സ്റ്റ് ഏത് മാർഗത്തിലൂടെ സൂയിസൈഡ് ചെയ്യാം, അത് അയാളുടെ മീൻസ് കണ്ടുപിടിക്കാൻ തുടങ്ങും. വിഷം കഴിക്കണോ, ഹാങ് ചെയ്യണോ, വെയിൻ കട്ട് ചെയ്യണോ, അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ പോയി ട്രെയിനിന് തല വെക്കണോ, അങ്ങനെയൊക്കെ അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടണോ, അങ്ങനെ ഓരോരോ തോട്ട്സ് അയാള് മനസ്സിൽ ചിന്തിച്ച് അയാൾ ഒരു ബെറ്റർ വൺ അയാളങ്ങ് തെരഞ്ഞെടുക്കും. നെക്സ്റ്റ് പിന്നെ അയാൾ അതങ്ങ് ചെയ്യുവാണ്. ഇങ്ങനെയാണ് പല സൂയിസൈഡും സംഭവിക്കുന്നത്. അവിടെ ഇവരെ കേൾക്കാൻ അങ്ങനെ ഒരു സ്പേസ് അങ്ങനെ വരാതെ വരുന്ന പല സന്ദർഭങ്ങളും ഇതൊക്കെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ മാം. ഞാൻ PSC കോച്ചിങ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. PSC ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോ എന്റെ ക്ലാസ്സില് പല കുട്ടികളും പല കാര്യത്തിലും വിളിക്കാറുണ്ട്. അതായത് മെസ്സേജ് അയക്കും, ചേച്ചി ഫ്രീ ആണോ എന്നൊക്കെ ചോദിച്ചാണ് മെസ്സേജ് ഇടുക. അപ്പൊ ഞാൻ എത്ര ഫ്രീ അല്ലെങ്കിലും ഞാൻ പറയും ഫ്രീ ആണ്, വിളിച്ചോളൂ എന്ന് പറയും. അങ്ങനെയാ ഈ ഇപ്പൊ നഷ്ടപ്പെടുന്ന കേസ് മാത്രമല്ല മാം, ഇവർക്ക് ഇപ്പൊ ഒരു പരീക്ഷയ്ക്ക് ഇവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, എന്നിട്ട് അത് നന്നായിട്ട് എഴുതിയില്ലെങ്കിൽ ഇപ്പൊ നടന്ന കാര്യമാണ്, അവര് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, നെഗറ്റീവ്സ് കൂടി, അങ്ങനെ ഡിപ്രഷനിലോട്ട് മാറി. അതായത് റൂമിൽ അടച്ചിരിക്കുക, മറ്റുള്ള ഹസ്ബൻഡുമായിട്ട് മിണ്ടാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലോട്ടങ്ങ് മാറുക അവര്. എന്നുവെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ടു, ഞാൻ പഠിച്ചു, രാപകലില്ലാതെ ഞാൻ ഇരുന്ന് വായിച്ച് പഠിച്ച് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വന്ന് ഏറ്റവും അവസാനം ആ കുട്ടി എന്നെ വിളിച്ച് പറഞ്ഞതാ, ചേച്ചി എനിക്ക് പേടിയാവുന്നു, ഞാൻ എങ്ങോട്ടാ പോകുന്നേ, എന്റെ മനസ്സ് എങ്ങനെയാ ചിന്തിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, അങ്ങനെയുള്ളൊരു ചിന്തയായിരുന്നു അവർക്ക്. അപ്പൊ ഞാൻ അങ്ങോട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ, എനിക്കിപ്പം നമ്മളുടെ ജീവിതത്തിലും പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ, നമ്മളിപ്പോ എല്ലാവരും പെർഫെക്റ്റ് ആവത്തില്ല. അപ്പൊ ഞാൻ അവരോട് പറയും, എന്താണ് മിസ് ഇപ്പൊ പറഞ്ഞ കണക്ക്, ഞാൻ ചോദിച്ചു, മുന്നിൽ നീ ആ ഒരു പരീക്ഷ മാത്രമാണോ കണ്ടത്, അതോ നിന്റെ ഫാമിലി, നിന്റെ കുഞ്ഞുങ്ങള്, അവരെയാണോ കാണുന്നത്? അപ്പൊ നീ എന്തുകൊണ്ട് അത് ചിന്തിക്കുന്നില്ല? ഇതിപ്പോ ഒരു പരീക്ഷ, അത് കഴിഞ്ഞു, ഇനിയും പരീക്ഷകൾ വരും, അത് നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ അത് പറയും. പിന്നെ കുറെ പേര്, പിന്നെ ഇത് ഞാൻ ഒരാളുടെ കേസാണ് ഞാൻ പറയുന്നത്, പിന്നെ കുറെ പേര് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഹസ്ബൻഡ് വൈഫ് തമ്മിൽ സംസാരിക്കത്ത് പോലും ഇല്ല. അദ്ദേഹം ആണെങ്കിൽ ഫയർഫോഴ്സിൽ വർക്ക് ചെയ്ത ആളാണ്, BRS എടുത്ത് വീട്ടിൽ നിൽക്കുക. ഇപ്പോ മദ്യപാനമാണ് അദ്ദേഹത്തിന്റെ മെയിൻ. ഒരു കുട്ടിയുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്, പക്ഷെ അവളോട് സംസാരിക്കില്ല, കുഞ്ഞിനോട് സംസാരിക്കില്ല, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, വീട്ടിലേക്കുള്ള എല്ലാം കൊണ്ടുവന്ന് കൊടുക്കും. എനിക്ക് ഫീസ് എനിക്ക് അടയ്ക്കേണ്ട ഫീസ് വരെയും അയാൾ കൊടുക്കാറുണ്ട്, പക്ഷെ മിണ്ടില്ല, വൈഫിനോട് മിണ്ടില്ല. അവക്കാണെങ്കിൽ അങ്ങ് സങ്കടമാണ്. കാരണം ഒന്ന് വന്ന് നീ കഴിച്ചോ, അല്ലെങ്കിൽ നീ എന്തെടുക്കുക, എനിക്ക് ആഹാരം താ, അങ്ങനെ ഒന്നും കുഞ്ഞിനോട് പോലും സംസാരിക്കില്ല. ഇപ്പൊ അങ്ങനെ പിന്നെ ഡീഅഡിക്ഷൻ സെന്ററിലൊക്കെ കൊണ്ടുപോയി ഇവളുടെ നിർബന്ധ പ്രകാരം നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ അതിനെക്കാട്ടി ഭയങ്കരമായിട്ടും മെന്റലി അങ്ങ് മാറിയാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിട്ട് അങ്ങ് ഭയങ്കരമായിട്ട്, ചേച്ചി ഞാനിനി അതായത് ഇമോഷണൽ, നമുക്ക് പറയാലോ, നമുക്ക് നമ്മുടെ സ്ത്രീകളിൽ ഇമോഷണൽ ആണ് കൂടുതൽ, നമ്മൾ കരയും, അങ്ങനെയാണ്. പക്ഷെ അതുപോലും അയാൾ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ആരാ, ഞാൻ എന്തുവാ എന്ന് ചോദിച്ചാൽ പോലും ഒരു മുഖം പോലും കൊടുക്കുന്നില്ല. അങ്ങനെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇനി എന്ത് ചെയ്യണം ചേച്ചി, എനിക്കിനി മരിച്ചാ മതി. കാരണം അപ്പോഴും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്, ഞാൻ പറഞ്ഞ കണക്ക്, നിന്റെ മോൻ, നീ മരിക്കാം ശരിയാ, പക്ഷെ നിന്റെ മോൻ അവിടെ അനാഥമാവുക ചെയ്യുന്നത്, ഒരു മോനേ ഉള്ളൂ നിനക്ക്, അവന് നീ ആയിരിക്കും. കാരണം അച്ഛൻ മിണ്ടുന്നില്ല, അമ്മയാണ് അവനെല്ലാം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ മോനെയാണ് നീ നോക്കേണ്ടത്. പിന്നെ നമുക്കിപ്പൊ ചെയ്യാൻ പറ്റുന്നത്, സ്വന്തം, അവള് B.Ed കഴിഞ്ഞതാ. അപ്പൊ ഞാൻ പറഞ്ഞ സ്വന്തം കാലില് പ്രൈവറ്റ് ആയിട്ട് ജോലിക്ക് വിടത്തില്ല. അയാളുടെ ഒരു അയാൾ പറയുന്നത് അങ്ങനെ ജോലിക്ക് പോകണ്ട ഇവിടുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്ക് നന്നായിട്ട് പഠിക്കാമല്ലോ, പഠിച്ച് നീ അതെല്ലാം മാറ്റി വെക്കേ, ഇപ്പം നീ അത് ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ കളഞ്ഞേരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി, അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഈ ഓരോ കേസ്, ചില വീട്ടില് മദർ ഇൻ ലോ ആണ് പ്രശ്നം. സത്യത്തില് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് മദർ ഇൻ ലോ
ഹസ്ബൻഡ് വരുമ്പോ അത് പറഞ്ഞു കൊടുക്കും, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്. അപ്പൊ എല്ലാ കേസും നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ ഒന്ന് തുറന്ന് സംസാരിക്കാനാണ് എന്നെ വിളിക്കുന്നത്. കാരണം വേറൊരാൾ ഇല്ല സംസാരിക്കാൻ. അപ്പൊ ഞാനും കൂടെ അവർക്ക് ഞാൻ ബിസിയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഞാൻ റെക്കോർഡ് ഇന്നലെ രാത്രി ഞാൻ ഇവിടുത്തെ മാമിന്റെ റെക്കോർഡ് എഴുതിക്കൊണ്ടിരുന്നപ്പോഴും ഒരു 11:30 ആയപ്പോ എനിക്ക് മെസ്സേജ് വരുന്നത്, ചേച്ചി ഫ്രീ ആണോ ചേച്ചി, ഞാനൊന്ന് മെസ്സേജ് ഇട്ടോട്ടെ. ഞാൻ പറഞ്ഞു ഫ്രീ ആണ്, വിളിച്ചോളൂ. അങ്ങനെ നമ്മൾ പറയും. കാരണം അത്രയ്ക്ക് അവർക്കൊന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കുറച്ചു പേർക്കെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അത് നല്ലതാ. പിന്നെ ഞാനിങ്ങനെ പോസിറ്റീവായിട്ട് പറഞ്ഞു അവരെ കൊണ്ടുവരും. എങ്കിൽ ചോദിക്കും, നമ്മളുടെ ജീവിതം അത്രയും പോസിറ്റീവ് ആണോ, നമുക്ക് പ്രശ്നങ്ങളുണ്ടോ? എനിക്കൊരു വിഷയം വന്നാൽ തന്നെ ഞാൻ അതാണ് ചിന്തിക്കുന്നത്. ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ നെഗറ്റീവ് ചിന്തിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എനിക്കും അതൊരു മോട്ടിവേഷനാണ്. എന്നെ തന്നെ ഞാനൊന്ന് മോട്ടിവേഷൻ ആക്കും. കാരണം അങ്ങനെ വേണമല്ലോ, അവർക്ക് ഞാൻ നന്നായിട്ടല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഞാനും ഇങ്ങനെ അങ്ങ് ഡൗൺ ആവാൻ പാടില്ല എന്നൊക്കെ അങ്ങ് വിചാരിക്കും. അപ്പൊ ഞാൻ മാം ഇത്രയും പറഞ്ഞതുകൊണ്ട് പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ സ്റ്റേജിലാണ് മെന്റലി പ്രോബ്ലംസ് വരുന്നത്. അത് തുറന്ന് സംസാരിക്കാൻ ഒരു സ്പേസ് ആണ് ഏറ്റവും വലിയ കാര്യം. അതിന് അത് കേൾക്കാനുള്ള ഒരു മനസ്സും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കേൾക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു റിലീഫാണത്. നമ്മളോട് പോട്ടെ സാരമില്ല, നമുക്കത് നേടിയെടുക്കാം, അല്ലെങ്കിൽ പോട്ടെ അതെല്ലാം മാറും, നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെയൊക്കെ പറയുമ്പോ തന്നെ അവർ വിചാരിക്കും, ശരിയാ ചേച്ചി അങ്ങനെ പറഞ്ഞു, അത് ശരിയാ, അങ്ങനെ ചിന്തിക്കും. അപ്പൊ എനിക്ക് ഞാനിപ്പോ മാം പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ്. എനിക്ക് ഒത്തിരി കുറെ പേര് വിളിക്കാറുണ്ട് എന്നെ ഇങ്ങനെ എന്റെ ക്ലാസ്സിൽ തന്നെ. വളരെ നല്ല കാര്യം ഗോപിക. ഒരാൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടുന്നവർ അത് ഭാഗ്യവാന്മാരും. അവർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ ഒരാളുണ്ടല്ലോ എന്നുള്ള രീതിയിൽ കിട്ടുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ട് മാം അവർക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, അവർക്ക് അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും എന്നോട് ചോദിക്കാലോ, ചേച്ചി എന്നോടൊന്ന് സംസാരിക്കുവോ എന്ന് പറയാൻ അവർക്ക് തോന്നുന്നുണ്ടല്ലോ. അത് തന്നെയല്ലേ ഏറ്റവും നല്ലത് എന്ന് ഞാനും ചിന്തിക്കും. കാരണം അത്രയും സങ്കടം മാറുന്നെങ്കിൽ അങ്ങ് മാറിക്കോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയും വിങ്ങി പൊട്ടുമ്പോഴായിരിക്കും അവർ എന്നെ വിളിക്കുന്നത്. അങ്ങനെ. ഓക്കെ, സോ നമ്മളുടെ മനസ്സിന്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ ഒരു മെന്റൽ ഹെൽത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മളുടെ റൂട്ട് മെന്റൽ ഹൈജീൻ തന്നെയായിരിക്കും. അപ്പൊ ഗോപിക പോലെ മാം പറഞ്ഞില്ലേ ഒരു തീരാനഷ്ടം, എനിക്കും അതുപോലെ ഒരു ഉണ്ടായി. എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു. പക്ഷെ നമ്മൾ ഒരുപാട് മാറിട്ടോ അതിൽ നിന്ന് ഒരുപാട്. കാരണം ജീവിതത്തിൽ എന്നാലും അത് നഷ്ടപ്പെടണം. പക്ഷെ മക്കളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ എടുത്ത് ഇങ്ങനെ വാപ്പീന്ന് വിളിച്ചു ഇതിങ്ങനെ ഉമ്മ വെക്കുമ്പോ നമുക്കൊരു വിഷമം. മക്കള് എത്ര വയസ്സുണ്ട്? ഒരാൾക്ക് 3 വയസ്സ്, ഒരാൾക്ക് 4.5 വയസ്സ്. പേരെന്തായിരുന്നു? എന്റെ പേര് താജിനിസ. താജിനിസ. ഓക്കെ, താജിനിസ എനിക്ക് ഓർമ്മയുണ്ട്. താജിനിസ ഇനീഷ്യലി കോണ്ടാക്ട് ചെയ്തിരുന്നല്ലേ താജിനിസ? ഓക്കെ, ടെക്സ്റ്റ് എല്ലാം കിട്ടിയോ? എല്ലാം കിട്ടി. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പൊ അതാണ്, നമ്മൾക്ക് ചില നഷ്ടങ്ങൾ നമുക്ക് നികത്താൻ പറ്റില്ല, പക്ഷെ നമുക്കൊരു താങ്ങാവാനായിട്ട് പറ്റും. അതാണ് നമ്മൾ ഇനിയിപ്പോ പഠിക്കാനല്ല, നമ്മൾ ഇനി പോകുന്ന പ്രോസസ് ഇത് തന്നെയാണ്. എങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് താങ്ങും. പിന്നെ സെൽഫ് ഹീലിംഗ്, നമ്മളെ ഹീൽ ചെയ്യണമല്ലേ. ഇത് മുഴുവൻ ഇങ്ങനെ കേട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ ആകെ വിഷമത്തിലായിരിക്കും. അപ്പൊ നമ്മൾക്കും ഹീലിംഗ് ആവശ്യമുണ്ട്. അതായത് ഗോപിക പറഞ്ഞ നമ്മളെ നെഗറ്റീവ് ആകാതെ നോക്കണം. മെന്റൽ ഹൈജീൻ തന്നെയാണ് അത് കാര്യം. പലരും ഇങ്ങനെ സംശയം ചോദിക്കും, എന്താ താജിനിസ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? താങ്ക് യു. എന്താണ് ഈ സാധാരണ പേഴ്സണൽ ഹൈജീൻ നമുക്കറിയാം, ഫിസിക്കൽ ഹൈജീൻ എന്താണെന്നറിയാം. മെന്റൽ ഹൈജീൻ എന്താണെന്നുള്ളത് ഒരു ഡൗട്ട് എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഞാനൊരു എക്സാമ്പിളിലൂടെയാണ് പലപ്പോഴും, എക്സാമ്പിൾ അല്ല, എന്റെ മുന്നിൽ വന്ന 2 കേസിലൂടെ പറയാറുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്തിട്ടിരുന്നു. ഒരു ചെറിയൊരു യങ് ആയിട്ടുള്ള ഒരു പയ്യൻ അനുഭവിച്ചൊരു ബുദ്ധിമുട്ട്. ഒരു മിനിറ്റ്. ഓക്കെ, സോ ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തിലുള്ളൊരു പയ്യൻ. അവൻ ഡിഗ്രി കഴിഞ്ഞു.
അത്ര ഫിനാൻഷ്യലി ഒന്നും സൗണ്ട് ഒന്നുമല്ല. ഒരു ചെറിയ ജോലി കിട്ടി. അവനെന്തോ ഒരു പുറത്തേക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സും കൂടെ ചെയ്യണം. അവൻ ആ ജോലി ചെയ്ത് അതിൽ നിന്നുള്ള ആ ഒരു വരുമാനം കൊണ്ടാണ് കോഴ്സ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ചെറിയ വരുമാനമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവൻ ഈ ജോലി ചെയ്യുന്നതും കോഴ്സ് എടുക്കുന്നതുമായ സ്ഥലം ഇവന്റെ വീട്ടിൽ നിന്നും ഒത്തിരി ദൂരെയാണ്, പോയി വരാൻ ബുദ്ധിമുട്ടാണ്. ഇവൻ വിചാരിച്ചു എവിടെയെങ്കിലും ഇങ്ങനെ പേയിങ് ഗസ്റ്റ് ആയിട്ടോ എവിടെയെങ്കിലും താമസിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേയ്മെന്റ് കൊടുക്കണമല്ലോ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോ എല്ലാരും വീട്ടുകാരെല്ലാം അവനോട് പറഞ്ഞ ഒരു കാര്യം, അവന്റെ അമ്മയുടെ ചേച്ചി ഇവൻ ഈ പഠിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവരുടെ വീട് അവിടെയാണ്. അവരൊരു വിഡോവാണ്, അവർ ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത്. അവരുടെ രണ്ട് ആൺമക്കൾ ഉള്ളത് പുറത്ത് സെറ്റിൽഡ് ആണ്, ഗൾഫ് കൺട്രിയിൽ എവിടെയോ സെറ്റിൽഡ് ആണ്. അപ്പൊ വല്യമ്മയ്ക്ക് ഒരു കൂട്ടുമാവുമല്ലോ, നീ അവിടെ നിൽക്കുക, നിനക്ക് കാശ് കൊടുക്കണ്ടേ വരൂലല്ലോ എവിടെയെങ്കിലും താമസിക്കാൻ. അമ്മയുടെ സ്വന്തം ചേച്ചി. ഒരു 50-52 വയസ്സേ അവർക്ക് കാണുള്ളൂ. അതിനും 8 വർഷം മുമ്പാണ് അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ അവിടെ താമസിക്കുന്ന സമയത്ത് ഇവന് ആവശ്യമില്ലാത്ത രീതിയിലുള്ള തോട്ട്സ് ഇവന്റെ വല്യമ്മയെ കുറിച്ച് ഇവന്റെ മനസ്സിലേക്ക് വരിക. അപ്പൊ അതാണ് അവന്റെ മെന്റൽ ഹൈജീൻ അപ്പൊ വളരെ ലോ ആയി. ആക്ച്വലി അവൻ അമ്മയെ പോലെ കരുതേണ്ട ഒരു സ്ത്രീയാണ്. പക്ഷെ സംഹൗ എന്തോ ഒരു ട്രിഗർ കൊണ്ട് ഇവന് ആവശ്യമില്ലാത്ത തോട്ട്സ് വരുന്നു. പക്ഷെ അവൻ മോശമായൊന്നും പെരുമാറിയൊന്നുമില്ല. വല്യമ്മയും ഇവനെ വളരെ കാര്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. അവരുടെ കെയറും കൂടി ആവുമ്പോൾ ഇവന് ശരിക്കും ആ അമ്മയുടെ സ്ഥാനം എന്നല്ല അവന് തോന്നുന്നത്. അവന്റെ ഒരു പ്രായം അതാണ്. അവനില് ചില ഇമോഷൻസ് ഫീലിങ്സ് വരുമ്പോൾ അവൻ ഈ സ്ത്രീയാണ് ആ സമയത്ത് ഓർക്കുന്നത്. അപ്പൊ അത് ശരിയല്ല എന്ന് ഇവന് തോന്നുവാണ്. അപ്പൊ അവന്റെ മെന്റൽ ഹൈജീൻ താങ്ങും. മെന്റൽ ഹൈജീൻ ഇല്ലാതാകുമ്പോൾ മെന്റൽ ഹെൽത്തും വീക്കാവും. അങ്ങനെയാണ് ഇവന് ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നതാണ്, ഞാൻ വല്യമ്മയെ അങ്ങ് കല്യാണം കഴിക്കട്ടെ എന്നാണ് ഇവൻ എന്നോട് ആദ്യം ചോദിച്ചത്. ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോട്ട്സ് വന്നു പോയല്ലോ, ഞാൻ അങ്ങ് കല്യാണം കഴിച്ചാലോ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ആ കല്യാണം കഴിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്കുണ്ടാകുന്ന നേട്ടം കോട്ടവും നീ ഒന്ന് കമ്പയർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, ഇനി നഷ്ടങ്ങൾ തന്നെയായിരിക്കും കൂടുതൽ, എനിക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റില്ല, അവരുടെ ഫീലിങ്സും നീ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഞാൻ അവനോട് ചോദിച്ചു, എന്തുകൊണ്ട് വല്യമ്മയ്ക്ക് ഒരു സെക്കൻഡ് മാരേജ് നിങ്ങൾ ആലോചിച്ചുകൂടാ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ എടുത്ത വൈകിനോട് പറയാം, ഈ പ്രായത്തിലോ? അവരെന്നോട് ചോദിച്ചത്. ഞാൻ ചോദിച്ചു, അതിനെന്താ കുഴപ്പം, അവർക്കൊരു കൂട്ട് വേണ്ടേ, മക്കള് പുറത്തല്ലേ എന്ന് പറഞ്ഞു. അവൻ ആലോചിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ പോയിട്ട് നിന്റെ വീട്ടുകാരോടും വല്യമ്മയുടെ, അതായത് നിന്റെ ചേട്ടന്മാരാണല്ലോ അവരോടും സംസാരിക്കുക. വേറൊന്നും പറയണ്ട, വല്യമ്മ ഇങ്ങനെ എത്ര കാലം ഒറ്റയ്ക്ക് ജീവിക്കും, ഒന്ന് സംസാരിക്കുക, ആരെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞു, ഞാൻ എന്നാ അത് നോക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്നും നിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ റൂം ഷെയർ ചെയ്യൂ. ആ വരുന്ന നഷ്ടം നിനക്ക് ലൈഫിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റു നഷ്ടങ്ങൾ നോക്കുമ്പോൾ ഇവിടെ താമസിച്ചാൽ നിനക്ക് അവിടെ ഉണ്ടാകുന്ന നഷ്ടങ്ങളായിരിക്കും കൂടുതൽ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവൻ പിന്നെ ഫ്രണ്ടിന്റെ അവിടെ താമസ സൗകര്യം അറേഞ്ച് ചെയ്ത് അങ്ങോട്ട് പോകാമെന്നും അവന്റെ ജോലിയിലും പഠിത്തത്തിലും ശ്രദ്ധിക്കാമെന്നും പറഞ്ഞു. വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിലും സംസാരിച്ചു, ചേട്ടന്മാരോടും സംസാരിച്ചു, കസിൻ ബ്രദേഴ്സിന്റെ അടുത്ത്. ആദ്യം ആളുകളിൽ ഇതുപോലെ എന്തിന് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നെങ്കിലും പിന്നീട് അവരെല്ലാരും മാറി ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ അവർക്ക് പറ്റിയ നല്ലൊരു ബന്ധം ഇവരെല്ലാരും കൂടെ കണ്ടുപിടിച്ച് അവരുടെ മാരേജ് നടത്തി കൊടുത്തു. അങ്ങനെ അവര് ഭയങ്കര ഹാപ്പിയായി. അവർക്കൊരു ഇൻസെക്യൂരിറ്റി ആയിരുന്നു വല്യമ്മയ്ക്ക്. ഇവൻ വന്നപ്പോ എന്ത് ചെയ്യണം, എങ്ങനെ ഇവനോട് പെരുമാറണം, അവർക്ക് ആകെ കൺഫ്യൂഷനായി. ഇവർക്കൊരു താങ്ങ് കിട്ടിയതുപോലെ ഇവന്റെ മനസ്സിലും ആ വല്യമ്മ കാണിക്കുന്ന അടുപ്പം വേറെ പല ചിന്തകളിലേക്കും കൊണ്ടുപോയി. അങ്ങനെ ആ ഒരു പ്രശ്നം വന്നു. പക്ഷെ അത് സോർട്ട് ഔട്ടായി. സെയിം തന്നെ ഒരു കേസ് വേറെ വന്നത്, ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ആർമിയിലുള്ളൊരു മനുഷ്യൻ. അയാളുടെ വൈഫ് നേരത്തെ മരിച്ചു. അയാൾക്ക് ഒറ്റ ഒരു മോനേ ഉള്ളൂ. മോൻ കല്യാണം കഴിച്ചു, വളരെ സുന്ദരിയായ ഒരു ഭാര്യ. മോന് പക്ഷെ ജോലി ദൂരെയാണ്. അപ്പോ ചിലപ്പോ 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കലോ ആണ് മോൻ വീട്ടിൽ വരുന്നത്. അപ്പൊ ഈ അച്ഛനും ഈ മരുമോളും മാത്രമാണ് വീട്ടിലുള്ളത്. ഈ അച്ഛന് ചില അവസരങ്ങളിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ വരുന്നു. മരുമോളോ ആ ഒരു രീതിയിൽ അയാൾ കാണാൻ തുടങ്ങും. പക്ഷെ അയാൾ പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്തു അത്. അയാള് പറഞ്ഞത് ശരിയല്ല, എനിക്കിത് മാറ്റിയെടുക്കണം എന്ന് അയാൾക്ക് സ്വയം തോന്നി. അങ്ങനെയാണ് അയാൾ അപ്രോച്ച് ചെയ്യുന്നത്. ഞങ്ങളുടെ അടുത്ത് വന്ന് അയാളുടെ ഈ വിവരം പറയുവാണ്, എനിക്കിത്
അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. കാരണം ആ കുട്ടി ഞാൻ അങ്ങനെ കണ്ടുപോയി. അയാൾക്ക് ആകെ ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ആയി. അയാളൊന്നും പ്രവർത്തിച്ചൊന്നുമില്ല, പക്ഷെ ഒരു ഗിൽറ്റി ഫീലിംഗ് വന്നു. ഉടനെ തന്നെ അയാൾ അതിനുള്ള ഇന്റർവെൻഷൻ തേടുമായിരുന്നു. കാരണം അയാളുടെ മെന്റൽ ഹൈജീൻ അവിടെ ലോ ആവുകയാണ്. അത് ശരിയാക്കാനായിട്ട് അയാൾ നമ്മളെ അപ്രോച്ച് ചെയ്തു ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, കാരണം അയാൾ നല്ല ആർമിയിലായതാണ്, ആ ഒരു ഡിസിപ്ലിനിൽ ജീവിക്കുന്ന ഒരു വ്യക്തി. നിങ്ങൾ എന്തുകൊണ്ട് ഒരു കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചുകൂടാന്ന് ചോദിച്ചു. അപ്പോഴാണ് അയാൾ ആലോചിക്കുന്നത്, ശരിയാണല്ലോ, എനിക്കൊരു പാർട്ട്ണർ വേണം എന്നുള്ളത് അയാൾ അപ്പോഴും ചിന്തിക്കുവാണ്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഒരു പാർട്ട്ണറെ കണ്ടുപിടിച്ച് അയാൾ മാരേജ് ചെയ്യുന്നു. അതിനൊപ്പം തന്നെ അയാൾ വേറൊരു കാര്യം ചെയ്തു. മോനോട് പറഞ്ഞു, സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ലൊരു താമസ സൗകര്യം കണ്ടുപിടിച്ച് ഈ മോളെയും കൂടെ കൊണ്ടുപോകണം, മരുമോളെയും കൂടെ കൊണ്ടുപോകണം. അതിന് നിനക്ക് എന്തെങ്കിലും ചെലവിന് വേണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന സപ്പോർട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ ഇയാൾ അത് മകന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തു. ഇയാൾ അങ്ങനെ ഒരു മൂവ് എടുത്തില്ലായിരുന്നെങ്കിൽ ആ കുടുംബം തകർന്നു പോയേനെ, അല്ലെ? ആ ഒരു കുടുംബം തകർന്നു പോയേനെ. ആ നേരത്തെ പറഞ്ഞ ചെറുപ്പക്കാരനും അയാൾക്കൊരു 23-24 വയസ്സുണ്ട്, ഭയങ്കര പ്രായം കുറഞ്ഞൊരു ഇത്. ആ പയ്യൻ വല്ലാതെ സ്ട്രഗിൾ ചെയ്ത സമയത്താണ് അപ്രോച്ച് ചെയ്തത്. മടിച്ചു പിടിച്ചാണ് വന്നെങ്കിലും അവനും അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ, ഒരു ഡിസിഷനിലേക്ക് പോകില്ലായിരുന്നെങ്കിൽ അവനും തകർന്നു പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴുള്ള ആളുകൾക്ക് അറിയാം, നമ്മൾ അഡൾട്ട്സിന് അറിയാം, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ആരെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കിത് മാനേജ് ചെയ്യണം, എനിക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കണം എന്നൊരു ചിന്ത വരുന്ന രീതിയിലുള്ള മനസ്സ് നമുക്കുണ്ട്. ആ ഒരു ഡെവലപ്മെന്റ് നമുക്കായി. പക്ഷെ ഒരു കൊച്ചുകുട്ടിയോ അതിനറിയില്ല എന്ത് ചെയ്യണമെന്ന്. അതിനൊരു അബ്യൂസ് നേരിട്ട് കഴിഞ്ഞാൽ ആരോട് പറയണമെന്നോ, അതിനെങ്ങനെ അത് തിരിച്ച് എത്രയോ കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമാക്കിയിട്ടുണ്ട്, അല്ലെ? സെക്ഷലി അവര് വല്ലാതെ അബ്യൂസ് ചെയ്യപ്പെട്ട് മരിച്ചുപോയ കുട്ടികൾ വരെയുണ്ട്. ഈ കുട്ടിക്ക് ഇത് ആരോട് പറയണം എന്നറിയില്ല. 3 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നതെല്ലാം നല്ല ഓർമ്മയുണ്ടാവും കുട്ടികൾക്ക്. എന്തൊക്കെ അവരുടെ ലൈഫിൽ സംഭവിക്കുന്നു അതെല്ലാം നല്ല ഓർമ്മയുണ്ടാവും. അപ്പോ ഈ കുട്ടികൾക്ക് ഇത് നമ്മളോട് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്പേസും ഉണ്ടാവണം. ഇനി കുട്ടികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകണം, ഇവൻ എന്തോ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാകണം. അപ്പൊ നമ്മളുടെ മനസ്സ് അതിനനുസരിച്ച് പാകപ്പെടണം. നമുക്ക് മനസ്സിലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ചിലപ്പോൾ വെർബലി പറയില്ലായിരിക്കും. അവരുടെ നോൺ വെർബൽ ക്യൂസ്, അവരുടെ മുഖത്തിൽ നിന്ന്, അവരുടെ വിരലുകളിൽ നിന്ന് അവരെപ്പോഴും അസ്വസ്ഥരായിരിക്കും. അവർ ചിലപ്പോ ബോഡിയുടെ എവിടെയെങ്കിലും അവർക്ക് പെയിൻ ഉണ്ടായിരിക്കും, ഭയങ്കര അസ്വസ്ഥമായിരിക്കും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, ഈ കുട്ടിക്ക് എന്തോ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ അവരിൽ നിന്നത് അറിയാൻ ശ്രമിക്കണം. പിന്നെ നമുക്കവരെ അത് മറന്നു പോകാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അത് സാധിക്കില്ല. കാരണം വെച്ചാല് 3 വയസ്സിന് ശേഷം സംഭവിക്കുന്ന എന്തായാലും മെമ്മറിയിൽ കിടക്കും. ആണോ? ഫുൾ സ്റ്റക്ക് ആവുകയാണോ? ഇടയ്ക്കുണ്ടായിരുന്നു. ഓക്കെ, ഇടയ്ക്ക് ഓഡിയോയിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? നമ്മൾ എവിടെ എങ്ങനെ നമ്മൾ പെരുമാറണോ, നമ്മളുടെ സെൽഫ് ഹീലിംഗ് അതെല്ലാം ഇമ്പോർട്ടൻസ് ആണ്. നമുക്കും ഇതേ പ്രശ്നങ്ങളിലൂടെ, നമ്മൾ എന്തെങ്കിലും പ്രോബ്ലങ്ങളിലൂടെ നമ്മളും കടന്നു പോകാം. നമുക്കും ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, ഒരു സ്പേസ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു സ്പേസ് നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. പിന്നെ നമ്മളുടെ സെൽഫ് ഹീലിംഗും അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് അവര് പല കാര്യങ്ങളും, പല പ്രശ്നങ്ങളും, പല രീതിയിലുള്ള ഏജിലുള്ളവരുടെയും ഒക്കെ കേൾക്കുവാണ്. ഇതെല്ലാം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കേട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവരാകെ പ്രശ്നത്തിലായിരിക്കും. ഇവർക്കൊരു വെന്റിലേഷൻ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ വരും. അപ്പൊ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എമ്പതി ആയിരിക്കുക. അങ്ങനെയാണ്. നമുക്ക് നമ്മുടെ ടോപ്പിക് കുറച്ച് സമയം കൂടി ഉള്ളൂ. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ നിങ്ങളെ നോട്ട്സ് എടുത്തോളൂ. ഞാൻ ജസ്റ്റ് വേഗം ഷെയർ ചെയ്യാം കേട്ടോ. നമുക്കൊരു കുറച്ച് സമയം കൂടി ഉണ്ടാവുമല്ലോ.
ഓക്കെ, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അതിന്റെ മെയിൻ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ദ കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ താഴെ സെന്റൻസ് തുടങ്ങുന്നത് മെന്റൽ ഹെൽത്ത് ഈസ് എ സയൻസ് എന്നും പറഞ്ഞാണ്. ഹെൽത്തിന് പകരം ഹൈജീൻ ആക്കുക. ഹെൽത്തിന് പകരം ആ പാരഗ്രാഫ് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നതിൽ ഹെൽത്തിന് പകരം ഹൈജീൻ ആക്കുക. ഫുൾ സെന്റൻസും വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഹൈജീൻ എന്നാണ് വരേണ്ടത്. പിന്നെ 4ാമത്തെ ലൈൻ, അതില് പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഇൽനെസ് എന്നാക്കുക. ഹെൽത്ത് അല്ല, മെന്റൽ ഇൽനെസ്. ഓക്കെ, ആ ഇൻട്രൊഡക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് മെന്റൽ ഹെൽത്ത് എന്താണ് പറയുന്നതെന്ന് ഞാനൊന്ന് പറയാം. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യം, അതിന് വേണ്ടുന്ന ബാലൻസ്ഡ് ഫുഡ്, പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ്, നമ്മുടെ ഏജ്, അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയി ഹെൽത്തിനനുസരിച്ചുള്ള അക്കോർഡിംഗ്ലി ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ആ ഒരു സുഖവും സന്തോഷ സമാധാനം വെൽനെസ്സും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണം. നമ്മൾ പറഞ്ഞു ഫിസിക്കൽ, സോഷ്യൽ, അങ്ങനെയുള്ള വെൽബീയിങ് എല്ലാമാണ് ഹെൽത്തിന്റെ കാര്യത്തിൽ പറഞ്ഞത്. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, നമ്മുടെ വികാരപരമായിട്ടുള്ളതും മാനസികപരമായിട്ടുള്ളതും സാമൂഹ്യപരമായിട്ടുള്ള ഹെൽത്ത് ചേരുന്നതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഈ 3 തലങ്ങളിൽ നമ്മൾ എത്രത്തോളം നന്നായിരിക്കുന്നു അതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഈ നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ. പ്രോപ്പർ അല്ലാത്ത ഉറക്കം, പ്രോപ്പർ അല്ലാത്ത ഭക്ഷണം, ശീലങ്ങൾ, ചില സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അങ്ങനെയുള്ള ചില ശീലങ്ങൾ, ഡ്രഗ്സ് എടുക്കുന്നത്, അങ്ങനെയുള്ള ശീലങ്ങൾ, അതെല്ലാം നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു നമുക്കറിയാം. മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നത് നമ്മളുടെ തോട്ട് പ്രോസസ്, നമ്മളുടെ ചിന്താഗതി തന്നെയാണ്. ഒരാളെ കാണുമ്പോൾ വളരെ അസൂയോടുകൂടി നോക്കുക, അയാളെ പറ്റി ദോഷം പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദാറ്റ് മീൻസ് നമ്മളുടെ തോട്ട്സ് നെഗറ്റീവായി മാറുകയാണ്. അതും നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് വരുന്ന ഫീലിങ്സ്, പല രീതിയിലുള്ള ഫീലിങ്സ് വരാം, അതും നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. നമ്മളുടെ ആക്ഷൻസ്, നമുക്ക് വരുന്ന ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ വളരെ മോശമായിട്ട് ഒരാളോട് പെരുമാറുന്നു, അല്ലെങ്കിൽ നമ്മൾ അവിടെ മുഴുവനും നാശം എല്ലാം എടുത്തെറിഞ്ഞ് നശിപ്പിക്കുന്നു, മുന്നിൽ വരുന്ന ഒരാളെ ഹാം ചെയ്യുന്നു. അതെല്ലാം നമ്മളുടെ നമ്മുടെ ആ ഒരു ഫീലിങ്സ്, ആ ഒരു ദേഷ്യം എന്നുള്ള ഫീലിംഗ്, ആ ദേഷ്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ട് നമുക്ക് സംഭവിച്ച കാര്യങ്ങളാണ്. നമ്മൾക്ക് ഉണ്ടാകുന്ന ആക്ഷൻസ്, നമ്മളുടെ തിങ്കിങ്, നമ്മളുടെ ഫീലിംഗ്, നമ്മളുടെ ആക്ഷൻസ്, ഇതെല്ലാം മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നു. അപ്പൊ ഇതെല്ലാം പോസിറ്റീവ് രീതിയിലാവുമ്പോൾ മെന്റൽ ഹെൽത്തും നല്ല രീതിയിലായിരിക്കും. ഇതെല്ലാം നെഗറ്റീവ് രീതിയിലാവുമ്പോൾ മെന്റൽ ഹെൽത്ത് ഡൗൺ ആകും. പിന്നെ നമുക്ക് പല രീതിയിലുള്ള സ്ട്രെസ്, ലൈഫിൽ പല അപ്പ് ആൻഡ് ഡൗൺസ് വരാം അല്ലെ. എപ്പോഴും സന്തോഷം മാത്രമല്ല എല്ലാവരുടെയും ജീവിതത്തിലുള്ള സന്തോഷവും സങ്കടവും ടെൻഷൻസും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പൊ നമുക്ക് വരുന്ന സ്ട്രെസ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇതാണ് മെന്റൽ ഹെൽത്ത്. അപ്പൊ ഒരാൾ അയാളുടെ സ്ട്രെസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് അയാൾ വളരെ കൂളായിട്ട് ജീവിക്കുന്നു. ദാറ്റ് മീൻസ് ഹിസ് മെന്റൽ ഹെൽത്ത് ഈസ് വെരി ഓക്കെ. നല്ല ഓക്കെ ആയിട്ടാണ് അയാൾ ഇരിക്കുന്നത്, മെന്റൽ ഹെൽത്ത് ഓക്കെ. മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ചോയ്സസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റണം മെന്റൽ ഹെൽത്തിൽ. പലപ്പോഴും ഈ ഹെൽത്തി നമ്മളൊരു ഡിസ്കഷൻ ചെയ്യുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് ആവാം. കോൺഫ്ലിക്ട്സ്, അവിടെ ദേഷ്യം, അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയില്ല, അതല്ല ശരിക്കും ഒരു ഡിസ്കഷനിൽ വരുന്നത്. ഹെൽത്തി ഡിസ്കഷൻസ്, അഭിപ്രായങ്ങൾ പലതുണ്ടാകാം, പക്ഷെ നമുക്കത് ഹെൽത്തി വേയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇപ്പൊ ഈ മനുഷ്യന്റെ ഏതൊരു സ്റ്റേജിലും മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാണ്ട് പ്രായമായ ഒരാളുടെ മെന്റൽ ഹെൽത്ത് ശരിയായ മതി, കൊച്ചുകുട്ടികൾക്കൊന്നും അതൊന്നും ബാധിക്കില്ല എന്നല്ല. നമ്മൾ ഏത് അവസ്ഥയിലൂടെ പോകുമ്പോഴും, അതിപ്പോ ചൈൽഡ്ഹുഡ് ആണോ, ഇൻഫാൻസി, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അങ്ങനെ പല സ്റ്റേജ് ആണല്ലോ ഒരു മനുഷ്യനുള്ളത്. അങ്ങനെ എല്ലാ സ്റ്റേജിലും മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പിന്നെ ബോഡി മൈൻഡ് ഒരു
സെപ്പറേറ്റ് യൂണിറ്റ്സ് അല്ല. മനസ്സ് എവിടെയാന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സ്ഥലമില്ല അല്ലേ. നമ്മളുടെ ഫീലിങ്സ് ഏത് പോയിന്റിലാണോ വരുന്നത് അവിടെ നമ്മുടെ മനസ്സുണ്ട്. അത് മനസ്സ് ചിലർ പറയും ഇവിടെയാന്ന് പറയും, ചിലർ പറയും ഇവിടെയാന്ന് പറയും. പക്ഷെ നമ്മുടെ ബോഡിയുടെ ഓരോരോ ഭാഗങ്ങളിലും നമുക്ക് ചില സമയത്ത് ചില ഫീലിങ്സ് വരും. അവിടെയെല്ലാം മനസ്സുണ്ടെന്നാ പറയും. അതുകൊണ്ട് തന്നെ കൈയും കാലും നമ്മള് ബ്രെയിനിന്റെ സിഗ്നൽസിനനുസരിച്ച് നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോ മൈൻഡും ബോഡിയും സെപ്പറേറ്റ് അല്ല, ഒറ്റ യൂണിറ്റ് തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്, ടെൻഷൻ ഒക്കെ വരുമ്പോ നമുക്ക് തലവേദന എടുക്കൂലേ, ബോഡിയിലൂടെ അതിന്റെ റിഫ്ലക്ഷനാണ്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മാറ്റം ബോഡിയിലൂടെ അതിന്റെ റിഫ്ലക്ഷൻ കാണിക്കും. ചിലര് ക്ഷീണിക്കും, ചിലര് വോമിറ്റ് ചെയ്യും, ചിലർക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാവും, ഗ്യാസിന്റെ പ്രോബ്ലം വരും. കുട്ടികൾ പരീക്ഷ സമയത്ത് ഭയങ്കര ടെൻഷനായിരിക്കും കുട്ടികൾക്ക്. അവർ ടോയ്ലറ്റിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും, ടോയ്ലറ്റിൽ പോവും വീണ്ടും കയറും, അങ്ങനെ ചിലപ്പോ വൊമിറ്റ് ചെയ്യും. സ്കൂളിൽ പോകാൻ ചില പേടി ചിലർക്ക് അങ്ങ് സ്കൂൾ ബസ് വരണം കാണുമ്പോഴേ വൊമിറ്റിങ് അങ്ങ് തുടങ്ങും. ഇതൊക്കെ ബോഡി കാണിക്കുന്ന ഒരു തരം റിയാക്ഷൻ ആണ്. ടെൻഷൻ വരുമ്പോൾ ബോഡിയിൽ നിന്ന് വരുന്ന ഒരു റിഫ്ലക്ഷൻ റിയാക്ഷനാണ്. അപ്പൊ മനസ്സും ശരീരവും ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത്. ഉറക്കക്കുറവ്, ലെസ് കോൺസെൻട്രേഷൻ, പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു സമാധാനം ഇല്ലാണ്ട് നടന്നുകൊണ്ടിരിക്കുക, ഇതെല്ലാം സംഭവിക്കും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മളുടെ തോട്ട്സ്, ഫീലിങ്സ്, ആക്ഷൻസ് ഇതെല്ലാം നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. ഓക്കെ, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എവറി സ്റ്റേജസ് ഓഫ് ലൈഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുഞ്ഞുകുട്ടി തുടങ്ങി പ്രായമായ ഒരാൾ വരെ നമ്മുടെ ഹോൾ ലൈഫ് സ്പാനില്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു സ്പാൻ ഉണ്ടല്ലോ, നമ്മൾ ജനിച്ച് മരിക്കുന്നവരെ, അതായത് ജനിക്കുക എന്നല്ല ഇപ്പൊ പറയണത്, അമ്മയുടെ വോമ്പിലായിരിക്കുമ്പോഴേ തുടങ്ങി അമ്മയ്ക്ക് നല്ല സന്തോഷം കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട്? കുട്ടികളുടെ നല്ല ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. വോമ്പിൽ നിന്ന് ടോംബ്, ശവകുടീരം വരെ എത്തുന്നവരെ നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ എൻ്റെ ലൈഫ് സ്പാനില് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാണെങ്കിൽ ഷെയർ ചെയ്യാം, സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ സൈൻ ഔട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും ഉള്ളിൽ ഈ ഒരു മനസ്സുണ്ടെന്നറിയാം, പരസ്പരം താങ്ങാവാനുള്ളതും സെൽഫ് ഹീലിംഗിനുള്ളതും. ഓക്കെ Tajnis, I hope you can handle all this. Yes, ma'am. Sign out പറയട്ടെ മിസ്സേ. പറയൂ. Today class is very beautiful. Rosmi Chechi told me about brain exercise. Disha teacher told me about the changing nature of today's children and about the mental stress that other were experiencing. Thank you, teacher. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, miss. മാം പറഞ്ഞല്ലോ കുട്ടികളത്. എൻ്റെ മോനെ ഇന്നലെ മിനിഞ്ഞാന്ന് വിജ്ഞാനോത്സവ എക്സാമിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മാം. അപ്പൊ അവന്റെ ഫ്രണ്ട്സ് 2 പേർക്ക് സമ്മാനം കിട്ടിയേ. അപ്പൊ ഇവന്റെ പേര് വിളിക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇവൻ ആകെ ടെൻഷനായി, ഇനി വീട്ടിൽ ചെന്നാൽ അമ്മ എന്താ പറയാ എന്നുള്ള ടെൻഷനായി. ലാസ്റ്റ് ഇവന്റെ പേര് വിളിച്ചു. അപ്പൊ എന്നോട് വന്നിട്ട് പറയാം, എനിക്ക് പേടിയായി അമ്മ, എന്റെ ഹാർട്ടൊക്കെ കിടന്നിട്ട് ഇങ്ങനെ ഇടിക്കുവായിരുന്നു, ഞാൻ എന്താ ചെയ്യാ, വീട്ടിൽ പോയിട്ട് ഞാൻ എന്താ പറയാ അമ്മോട്. പേടിയായി മിസ്. അത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നു. എത്ര വയസ്സുണ്ട്? അവൻ 13, അവൻ 8. അത് പറഞ്ഞപ്പോ അവനെ ഒന്ന് കെട്ടിപ്പിടിക്കായിരുന്നില്ലേ? കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. പേടിച്ചു അവൻ പോയോ? കുഴപ്പമില്ല, അവൻ പഠിക്കാൻ ഇങ്ങനെ സ്കോളർഷിപ്പിനൊക്കെ പോവാറുണ്ട്. ഇപ്പൊ കുറച്ച് മുമ്പ് IASന്റെ സ്കോളർഷിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ ഉണ്ട്, പേരുണ്ട്. ഓക്കെ, ഓക്കെ. താങ്ക് യു.